54,000 ആളുകൾ സപ്പോർട്ടേഴ്സ് ആണോ അതോ ഹേറ്റേഴ്സ് ആണോ? അവിടെ കൂടുതലും എതിരാളികളാണ്, അവര് പക്ഷെ ഫോളോ ചെയ്യുന്നുണ്ട്. അവര് പി ആർ വർക്കാന്ന് അറിയില്ല, തെരുവിളിയാണ് ഫുൾ ടൈം. സിനിമാ മേഖലയിൽ ഈ റിവ്യൂ കൊണ്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ റിവ്യൂയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു പ്രീ കൺസീവ് ഒരു ധാരണയുണ്ടാവും. അപ്പൊ സിനിമ ഇൻഡിപെൻഡന്റ് ആയിട്ടോ ഇവാലുവേറ്റ് ചെയ്യാനോ എൻജോയ് ചെയ്യാനോ പറ്റില്ല. ഏതെങ്കിലും കഥ എഴുതി വെച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുറച്ചെല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ ഫിക്ഷനെക്കാട് കൂടുതൽ നോൺ ഫിക്ഷൻ ആണ്. ഫിക്ഷൻ എഴുതിയിട്ടുണ്ട്, നോൺ ഫിക്ഷൻ ആണ് കൂടുതൽ. സിനിമയായിട്ട് എടുക്കാനാണോ അതോ ഷോർട്ട് ഫിലിം? കഥകളെല്ലാം ഉണ്ട്, ഷോർട്ട് ഫിലിം അല്ല, കഥകളെല്ലാം ഉണ്ട്. പക്ഷെ അത് വെച്ച് സിനിമ സ്ക്രിപ്റ്റ് ആയിട്ടാൻ താല്പര്യമില്ല. വരും തലമുറകള് ഇതേപോലത്തെ വീഡിയോസ് ഉണ്ട്, അവര് ചിലപ്പോൾ അതേപോലെ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഈ 2K കേസിന് യാതൊരു ബോധവും ഇല്ല, വായന ഒരു വിവരം ഒന്നുമില്ല. അപ്പൊ അതേ സംഭവമാണ് നടക്കുന്നത്. ഇപ്പൊ പെരേരയും തൊപ്പിയെല്ലാം നല്ല രീതിയിൽ ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? ബാധിക്കുന്നു, ഡെഫിനറ്റ് ബാധിക്കുന്നു. ഇപ്പൊ തൊപ്പികൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. തൊപ്പിക്ക് കുറച്ച് ജീവിതമായിട്ട് പോകട്ടെ, എന്നാലും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. 2K കേസിന് വിവരമുള്ള 2K കേസ് വളരെ കുറവാണ്. ഇപ്പൊ ഇലക്ഷന് നിൽക്കണമെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊണ്ടുവരണം. അത് കൊണ്ടുവരണം, അതിന്റെ കുഴപ്പമുണ്ട്. കാരണം അല്ലെങ്കിൽ പല കാര്യം അവർക്ക് അറിയാൻ പറ്റില്ല. നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയ താരമായ സന്തോഷ് വർക്കിയാണ്. കൂടുതൽ എന്താ പറയാ ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നമസ്കാരം. ഇല്ല, അതൊക്കെ മാറി. ഞാൻ വന്നാൽ നമുക്ക് തുടക്കം അതിൽ തന്നെ തുടങ്ങാം. ഞാൻ ഗൂഗിളില് സന്തോഷ് വർക്കിന്ന് സെർച്ച് ചെയ്തപ്പോ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സന്തോഷ് വർക്കിന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നല്ല പറഞ്ഞത്. അപ്പൊ ഞാൻ സന്തോഷ് വർക്കി എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് ചോദിച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഗൂഗിളിൽ സന്തോഷ് വർക്കിന് അടിച്ചു കൊടുക്കുമ്പോൾ വരുന്നത് സന്തോഷ് വർക്കി ഏജ് ആണ്. പറ. 39. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലേ? ജൂലൈ 4th. കഴിഞ്ഞ ദിവസമല്ലായിരുന്നു ബർത്ത്ഡേ? ജൂലൈ 4th. കഴിഞ്ഞ മാസം. അന്നവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അത് നമുക്ക് ഇതിനകത്തേക്ക് വരാം. പിന്നെ അവിടെ സന്തോഷ് വർക്കി ഇൻസ്റ്റാഗ്രാം 2 അക്കൗണ്ട് അടിച്ചു പോയി. എന്നെ ഒതുക്കന്റെ ഭാഗത്ത് ഒതുക്കി. ഇപ്പൊ പഴയ അത്ര റീച്ചില്ല, എന്നാലും കുഴപ്പമില്ല. ഇൻസ്റ്റാഗ്രാമിന്റെ ID പറഞ്ഞു കൊടുക്കാവോ ആളുകൾക്ക്? സന്തോഷ് വർക്കി എഡ്യൂക്കേഷൻ. ഞാൻ ഡോക്ടറേറ്റ് ചെയ്യുന്നു, PhD ചെയ്യുന്നു, ബേസിക്കലി എഞ്ചിനീയർ ആണ്. അല്ല, ഇത് നിലവിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഫിലോസഫി ഓഫ് സയൻസ് റിസർച്ച് ചെയ്യുന്നു. ഓക്കെ. സന്തോഷ് വർക്കി ബുക്സ് 10 ബുക്ക് എഴുതിയിട്ട് 2 ബുക്ക് പബ്ലിഷ് ചെയ്തു. ഇനി ഏതെങ്കിലും 800 കോടിയുള്ള ഫിലോസഫിക്കൽ ലൈഫ് ഫിലോസഫി വെച്ച ബുക്കും പിന്നെ മോഡലിനെ വെച്ച ബുക്കും. ഇനി ഏതെങ്കിലും കുറെ ബുക്ക് എഴുതി വെച്ചിട്ട് പബ്ലിഷ് ചെയ്യണം. സന്തോഷ് വർക്കി ഫേസ്ബുക്ക് 54K ഫോളോവേഴ്സ് ഉണ്ട്. കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് മോണിറ്റൈസേഷൻ പോകാറുണ്ട്. 54,000 ആളുകൾ സപ്പോർട്ടേഴ്സ് ആണോ അതോ ഹേറ്റേഴ്സ് ആണോ? അവിടെ കൂടുതലും എതിരാളികളാണ്, അവര് പക്ഷെ ഫോളോ ചെയ്യുന്നുണ്ട്. അവര് പി ആർ വർക്കാന്ന് അറിയില്ല, തെരുവിളിയാണ് ഫുൾ ടൈം. സന്തോഷ് വർക്കി ഫാമിലി. ഫാദർ മരിച്ചുപോയി, പുള്ളി എഞ്ചിനീയർ ആയിരുന്നു, കാർബണിലെ മാനേജറൊക്കെ ആയിരുന്നു. മദർ സൈക്കോളജി പഠിച്ച ആളാണ്, ഹൗസ് വൈഫാണ്. മൂത്ത സിസ്റ്റർ US ഡോക്ടറാണ്. ഹസ്ബൻഡ് സയന്റിസ്റ്റ് ആണ് ഓപ്റ്റിക്സിൽ. മകൾ മെഡിസിൻ പഠിക്കുന്നു. 2ാം സിസ്റ്റർ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു, ബാംഗ്ലൂർ. ഹസ്ബൻഡ് MNC വൈസ് പ്രസിഡന്റ് ആണ്. മോൻ ഡൽഹി ആയിട്ട് പഠിക്കുന്നു. പിന്നെ 10 years ഗ്യാപ്പ് ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നു. സന്തോഷ് വർക്കി സിംഗിൾ ആണ്, ലേറ്റ് ചൈൽഡ് ആണ്. അല്ല, സിംഗിൾ ആണ്, ഇപ്പോഴും സിംഗിൾ ആണ്. അങ്ങനെ തന്നെ തുടരാൻ താല്പര്യം. ഓക്കെ. സന്തോഷ് വർക്കി IIT ഹൈറ്റ് 5'8". ഹൈറ്റ് അല്ല, IIT ബോംബെ അഡ്മിഷൻ കിട്ടി, പക്ഷെ ഞാൻ പോയില്ല, കാരണം ഫാദറിന്റെ ഹെൽത്ത് അപ്പോഴും മോശമായി. സന്തോഷ് വർക്കി ലിങ്ക്ഡിൻ ഞാൻ ചെയ്തിട്ടില്ല. എടുത്തിട്ടില്ല. പിന്നെന്തിനാ എനിക്ക് ആളുകൾ സെർച്ച് ചെയ്തിരിക്കണേ? എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. സന്തോഷ് വർക്കി PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. ടോപ്പിക് ഫിലോസഫി ഓഫ് സയൻസ്. തോമസ് കൂൺ എമറൽ ഇലക്ട്രോസിന്റെയും സയൻസിനുള്ള അപ്രോച്ച്. സന്തോഷ് വർക്കി പ്ലേസ് ജനിച്ചതാ. പ്ലേസ് ഇപ്പൊ കളമശ്ശേരിയാണ്, ജനിച്ചത് പാലക്കാടാണ്. സ്വന്തമാണ് പാലക്കാട്. ഫാദറിന്റെ വീട് വരുമ്പോഴാണ്. ജനിച്ചത് പാലക്കാട്, നരിക്കോട്, ചന്ദ്രനഗർ. എന്നിട്ട് അവിടെ വീടുണ്ടായിരുന്നു. അവിടെ ഒരു 8 years വരെ. 8 വയസ്സ് വരെ ബാഡ്മാനിൽ പഠിച്ചത്. 94 ആയപ്പോ ഇങ്ങോട്ട് വന്നു. ഫാദറിന് ട്രാൻസ്ഫർ ആയി. പിന്നെ ഫുൾ ഇവിടെയായിരുന്നു. പിന്നെ വേറെ എവിടെയും പോയിട്ടില്ല? വേറെ ഇവിടെയാണ്. കഴിഞ്ഞ 31 years ആയിട്ട്. 13 years ഇവിടെയാണ്. 30 years. 30 വർഷം. 31.
31 വർഷമായിട്ട് ഈ വീട്ടിൽ തന്നെ. 94 ഇവിടെ വന്നു. ഈ കളമശ്ശേരിയിലുള്ള ആദ്യം ചങ്ങമ്പഴ നഗറിലായിരുന്നു, ഒരു 10 വർഷം അവിടെയായിരുന്നു. അതിന് ഈ വീട്ടിലേക്ക് മാറി. പെരുമ്പവരെ അച്ഛന്റെ വീട്ടില് അവിടെ ഒന്നും പോയി നിന്നിട്ടൊന്നുമില്ല. അവിടെ എന്റെ ഫാദറിന്റെ ഫ്യൂണറൽ അടക്കം ചെയ്തിരിക്കണം. അവിടെ ഫാദറിന്റെ വീട്, അവിടെ പോകാറുണ്ട്. അപ്പൊ സന്തോഷ് വർക്കിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോ ടോപ്പ് പ്രിയോറിറ്റി ക്വസ്റ്റ്യൻസ് ഇതാണ്. അപ്പൊ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. അതാണ് എന്നോട് പ്രിയദർശനും പലരെ വിളിക്കുമ്പോ, പല ആൾക്കാരെ വിളിക്കുമ്പോ അവർ പറയും നിങ്ങൾ ആറാട്ടം എന്നല്ല സന്തോഷ് വർക്കിയാണ് പറയും. ജോയി മാത്യു ഇവരെല്ലാം പറയുന്നതാണ്. അപ്പൊ എങ്ങനെ അറിയപ്പെടേണ്ട താല്പര്യം സന്തോഷ് വർക്കിന്നാണോ? എനിക്ക് ആഗ്രഹം സന്തോഷ് വർക്കിയാണ്. ബിക്കോസ് എന്റെ ഫാദറിന്റെ പേര്. അല്ല, ഞാനിപ്പോ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴും അങ്ങനെ പക്ഷെ പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്ന ആറാട്ടം ഇല്ല. അല്ല, പക്ഷെ നമ്മുടെ പേര് ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ പേര് ആളുകൾക്ക് അറിയാം. പിന്നെ എന്തിനാണ് നമ്മൾ ആറാട്ടെണ്ണൻ എല്ലാവർക്കും അറിയില്ല. സന്തോഷ് വർക്കിന് കാര്യം എല്ലാവർക്കും അറിയില്ല. എന്തോ സന്തോഷ് വർക്കി അടുത്തറിയാവുന്ന ആൾക്കാർക്ക് അറിയില്ല. എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു ചിരി അല്ലെങ്കിൽ അങ്ങനെ ഒരു എനിക്ക് തോന്നിയില്ല. പിന്നെ എങ്ങനെയാ ഞാൻ സാധാരണ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണോ ആ ഒരു പേരില്? പേരിലല്ല കുഴപ്പം, പല ആൾക്കാർ കളിയാക്കുന്നുണ്ട്. ട്രോളുകൾ ഒന്നുകൊണ്ടാണ്. ആറാട്ടൻ മൂവി കൊണ്ട് ഗുണമുണ്ടായത് എനിക്ക് മാത്രമാണ്. അപ്പൊ ഇപ്പൊ താങ്കൾ വന്നത് ഒരു റിവ്യൂവർ ആയിട്ടാണ് അല്ലെ? റിവ്യൂ ആറാട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ കേരളത്തില് തിയേറ്റർ റിവ്യൂ തുടങ്ങിയത് ഞാനാണ്. ഓക്കെ. അപ്പൊ ഈ ഫ്യൂച്ചറിൽ ഈ ഒരു റിവ്യൂയുടെ ഒരു ഭാവി എന്തായിരിക്കും സിനിമയായിട്ട് ബന്ധപ്പെട്ട്? റിവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ ഒരുപാട് കാര്യത്തിൽ മാത്രമല്ല ചോദിച്ചാൽ മൊത്തത്തിൽ നമ്മുടെ സിനിമാ മേഖലയിൽ ഈ റിവ്യൂ കൊണ്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ റിവ്യൂയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു പ്രീ കൺസീവ്ഡ് ഒരു ധാരണയുണ്ടാവും. അപ്പൊ സിനിമ ഇൻഡിപെൻഡന്റ് ആയിട്ടോ ഇവാലുവേറ്റ് ചെയ്യാനോ എൻജോയ് ചെയ്യാനോ പറ്റില്ല. അതന്നെയാണ് ഇന്നലെ ആക്ടർ ദിലീപ് പറഞ്ഞു. ഈ പല റിവ്യൂ വന്നോടെ ആൾക്കാർക്ക് സ്വന്തമായി റിവ്യൂ ചെയ്യാനുള്ള കഴിവ് പോവാണ്. പിന്നെ ഇതെല്ലാം ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ആണ്, സബ്ജക്റ്റീവാണ്. ധ്യാൻ പറഞ്ഞ പോലെ സബ്ജക്റ്റീവാണ്. ഇപ്പൊ നിങ്ങൾ പടം കണ്ടു നോക്കണം എന്നാലേ പറയാൻ പറ്റും. പിന്നെ ചിലർ കണ്ട് ബെസ്സിയാണ് ഒരുപാട്, അങ്ങനെയുള്ളവർക്ക് റിവ്യൂ ഉള്ളതാണ്. അല്ലാത്തവരാണെങ്കിൽ പടം പോയി കാണണം. കാരണം അത് പ്യൂർലി ഇപ്പൊ കോക്കായാലും ഞങ്ങളെല്ലാം പറയുന്നത് ഒരു അഭിപ്രായമാണ്, റിവ്യൂ അല്ല. റിവ്യൂ ചെയ്യുന്നത് ജോയി മാത്യു പോലെ ആൾക്കാരുടെ റിവ്യൂ ചെയ്യണം. വേൾഡ് സിനിമയിലെ കണ്ടുവരാം. ജോയി മാത്യു പോലെ ആൾക്കാർ വേൾഡ് സിനിമയിലെ കണ്ട് അവർക്കാണ് റിവ്യൂ ചെയ്യണം. ഞങ്ങളെല്ലാം പറയുന്ന ഒപ്പീനിയൻ ആണ്. അതിപ്പോ പറഞ്ഞു ഒരു സിനിമ റിവ്യൂയുടെ ആവശ്യമില്ല. അപ്പൊ സന്തോഷ് വർക്കി ഒരു സിനിമ കാണുമ്പോൾ എന്തൊക്കെയാണ് നിരീക്ഷിക്കാറ്? എല്ലാ സൈഡും നോക്കാം. ടെക്നിക്കൽ സൈഡ് നോക്കാറില്ല, ആർട്ടിസ്റ്റിക് ലിംഗ്വിസ്റ്റിക് സൈഡാണ് നോക്കും. അപ്പൊ അങ്ങനെ നോക്കുന്നത് ഒരു സിനിമയുടെ സാമ്പത്തിക നോക്കുമ്പോൾ എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്റർടൈൻ ആയിട്ട് കാണാം. ഇവിടെ ഇപ്പൊ വൺജമിന്റെ നടക്കുന്ന റിവ്യൂ അല്ല, കോമാളിത്രമാണ്. ശരിക്കും റിവ്യൂ ഇപ്പൊ ആരും നടത്തില്ല. കോക്കിന് പോലും ജനറൽ റിവ്യൂ കൊടുക്കാൻ പറ്റുന്നില്ല. അത് വേൾഡ് സിനിമയെ കുറിച്ച് എല്ലാം ആധികാരികമായിട്ട് അറിയാവുന്ന സിനിമയെ കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തവർക്കാണ് റിവ്യൂ കൊടുക്കാൻ പറ്റുന്നത്. ഇവിടെ നടക്കുന്ന വെറുതെ ഒരു കോമാളിത്രമാണ്. കോക്ക് പോലും പല കോമാളിത്രം പറ്റത് സന്തോഷ് വർക്കിയാന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ബ്രീഫായിട്ട് റിവ്യൂ കൊടുക്കുന്ന ആളാണ്. ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഇപ്പത്തെ ഒരു സിനിമയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഇല്ല. അല്ല, ഇപ്പൊ കോമാളിത്തരം നടക്കുന്നെന്ന് പറഞ്ഞല്ലോ. കോമാളിത്തരാക്കി മാറ്റിയാണ്. ഞാൻ കോമാളിത്തരം മണിക്കൂറൊന്നും കാണിച്ചിട്ടില്ല. അത് അങ്ങനെ വളച്ചൊടുക്കുകയാണ്. എസ്പെഷ്യലി ട്രോള് വന്നപ്പോഴാണ് ഞാൻ ഒരു കോമാളിയായി മാറിയത്. ഇപ്പൊ ഈ സിനിമാ മേഖലയിലുള്ള ആളുകള് താങ്കളുടെ റിവ്യൂവിനെ പറ്റിയിട്ട് എന്താ പറയാറുള്ളത്? ഇലുപാപ്പച്ചനെ പറഞ്ഞാൽ ഞങ്ങളെല്ലാം പറയുന്ന റിവ്യൂ അല്ല, അഭിപ്രായങ്ങളാണ്. ഞാൻ കുറച്ചൊരു നിഷ്പക്ഷമായിട്ട് റിവ്യൂ കൊടുക്കണം. ബയസിംഗ് ഇല്ല, പെയ്ഡ് റിവ്യൂ നടത്തിയിട്ടില്ല. അപ്പൊ നിഷ്പക്ഷമായിട്ടാണ് പറയാം, ഒബ്ജക്റ്റീവായിട്ട്. പക്ഷെ ഈ പെരേരെ പോലെ ആൾക്കാരെ ഇങ്ങനെ റിവ്യൂ എന്ന് പറയാനൊന്നും അറിയില്ല. കാരണം അയാൾ ആകെ കണ്ടുകഴിഞ്ഞാൽ ദിലീപിന്റെ കുറച്ച് സിനിമകൾ മാത്രമാണ്, മമ്മൂട്ടി പോലെ സിനിമകളും കണ്ടിട്ടില്ല. അയാളുടെ റിവ്യൂർ എന്ന് പറയുന്നത് എന്ത് ബേസ് ചെയ്യുന്ന അറിയില്ല. ഇനിയിപ്പോ ഭാവിയിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്? ഇപ്പൊ കഥ എഴുതുക, സംവിധാനം, ബുക്ക് എഴുതുമല്ലോ എന്തായാലും. അല്ല, കുഴപ്പമാണ്. സിനിമയിൽ അവസാനം ക്രെഡിറ്റും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സിനിമ ഫീൽഡ് ടീം വർക്കാണ്. പക്ഷെ അവസാനം ക്രെഡിറ്റ് എല്ലാം കൊണ്ടുപോകുന്ന ആക്ടേഴ്സുമാരാണ്. അതെ, തീർച്ചയായും. ജോൺ പോൾ സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്കറിയാം. പുള്ളിയുടെ വാടക വീട്ടിലാണ് അവസാനം വെച്ചത്. അപ്പൊ വേറെ ആൾക്കാർ സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടറാണ്, കുറെ പേരുണ്ട്. അവർക്ക് ഒരു ഇമ്പോർട്ടൻസോ ബൗണ്ടറി കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് റൈറ്റർ ആവാൻ താല്പര്യമുണ്ട്, പക്ഷെ സ്ക്രിപ്റ്റ് റൈറ്റർ ആവാൻ താല്പര്യമില്ല. ഏതെങ്കിലും കഥ എഴുതി വെച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുറച്ചെല്ലാം എഴുതിയുണ്ട്. ഞാൻ ഫിക്ഷനെക്കാട് കൂടുതൽ നോൺ ഫിക്ഷൻ ആണ്. ഫിക്ഷൻ എഴുതിയില്ല, നോൺ ഫിക്ഷൻ ആകുള്ളൂ. സിനിമയായിട്ട് എടുക്കാനാണോ അതോ ഷോർട്ട് ഫിലിം? കഥകളെല്ലാം ഉണ്ട്, ഷോർട്ട് ഫിലിം അല്ല, കഥകളെല്ലാം ഉണ്ട്. പക്ഷെ അത് വെച്ച് സിനിമ സ്ക്രിപ്റ്റ് റൈറ്റർ ആവാൻ താല്പര്യമില്ല. എന്താ? കാരണം നിങ്ങൾക്ക് ഫെയിമും കിട്ടില്ല, മണിയും കിട്ടില്ല, ഒന്നുമില്ല. ഫേമസ് ആണല്ലോ, ഇനിയിപ്പോ അത് കുഴപ്പമില്ലല്ലോ. പക്ഷെ അവസാനം അവസാനം ആക്ടേഴ്സ്, ആക്ട്രസ്മാര് അല്ലെങ്കിൽ പാട്ട് പാടാൻ അവർക്കേ കിട്ടുന്നുള്ളൂ. റൈറ്റേഴ്സിനൊന്നും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട്. എന്നാലും മറ്റേന്റെ അത്രയും പോപ്പുലാരിറ്റിയോ ഫേമസ് ഇത് കിട്ടില്ല. അല്ല, എന്നാലും എനിക്ക് തോന്നുന്നു സന്തോഷ് വർക്കി ഒരു കഥ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മലയാളികൾ കൂടുതൽ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. നോക്കണം. എനിക്ക് ഒരു ഐഡിയാസും ഉണ്ട്, എഞ്ചിനീയറിംഗ് ഐഡിയാസ് പലതും ഉണ്ട്. അതിലിപ്പോ ഫേമസ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നോക്കണം.
അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരവും ദുഃഖകരമായുള്ള ഒരു കാര്യം എന്താണ് ഇതുവരെ നടന്നിട്ടുള്ളതില്? സന്തോഷം പറഞ്ഞാൽ ഞാൻ 1986 ജനിച്ച 1986 1998 12 വയസ്സ് വരെ നല്ലൊരു ലൈഫായിരുന്നു. 99 വെച്ചാൽ അബ്യൂസ് നടന്നത്. അതുവരെ നല്ലൊരു ടൈമായിരുന്നു. എന്റെ വിഷമ കാര്യം പറഞ്ഞാൽ ഫാദർ മരിച്ചു പോയത്. അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഗൈഡൻസ് കിട്ടിയാണ്. ഇങ്ങനെ പല സംഭവം നടക്കില്ല. വൈറലായപ്പോ ആളുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയിരുന്നു. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പലതും ഉണ്ടാവും. പ്രശ്നങ്ങള് മോർ വൈസ് ദാൻ മീ. എന്നെക്കാട് വൈസറായിരുന്നു. കുറച്ച് അഡ്വൈസുകൾ കിട്ടിയാണ്. ഇപ്പൊ അഖിൽ മാരാർ ഒരു പ്രസ്താവന നടക്കിണ്ടായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കുറെ കോമാളി തരങ്ങൾ ഉണ്ടല്ലോ, അത് കാരണം ഇനി വരും തലമുറകള് ഇതേപോലത്തെ വീഡിയോസ് ഉണ്ട്, അവര് ചിലപ്പോ അതേപോലെ ആവാൻ സാധ്യതയുണ്ട്. ഫ്യൂച്ചർ എന്റെ എതിരാളി ആണെങ്കിൽ പുള്ളി പറഞ്ഞത് ബിഗ് ബോസിനെ കുറിച്ച് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഈ 2K കേസിന് യാതൊരു ബോധവും ഇല്ല, വായന ഒരു വിവരം ഒന്നുമില്ല. അപ്പൊ അതേ സംഭവമാണ് നടക്കുന്നത്. ഇപ്പൊ പെരേരയും നമ്മുടെ ഭാവിനെ നല്ല രീതിയിൽ ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? ബാധിക്കുന്നു, ഡെഫിനറ്റ്ലി ബാധിക്കും. ഇപ്പൊ തൊപ്പിക്കൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. ബിക്കോസ് ജീവിതമാണ് പോകുന്നത്. എന്നാലും ഇത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. 2K കേസിന് വിവരമുള്ള 2K കേസ് വളരെ കുറവാണ് എല്ലാം. അപ്പൊ അഖിൽ മാരാർ പറയുന്ന ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ ആവാനുള്ള കാരണം മാതാപിതാക്കളുടെ വളർത്തു ദോഷം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, വിദ്യാഭ്യാസ രീതിയുടെ കുഴപ്പമാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം കുറെ മാറ്റാനുണ്ട്. അത് മാറ്റിയാൽ തന്നെ പല പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റിന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, നീത ഫ്രാൻസിസ് എന്ന് പറഞ്ഞത്. ആള് പറഞ്ഞത് കുട്ടികൾ വഴി തെറ്റി പോകാനുള്ള ഒരു കാരണം മാതാപിതാക്കളാണെന്നുള്ള രീതിയിലാണ്. നമുക്ക് എല്ലാ ഫാമിലിയും പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റാവുന്ന എഡ്യൂക്കേഷനിലാണ്. പഠിക്കുന്ന കാലത്താണ് ചേഞ്ച് വരുത്താൻ പറ്റില്ല. എല്ലാ ഫാമിലിയും നല്ലതാണോ ഇല്ല. എല്ലാം നമുക്ക് ഫാമിലിയിൽ കിട്ടുന്ന പ്രതീക്ഷ അർത്ഥമില്ല. ചില ഫാമിലി ബ്രോക്കൺ ആയിരിക്കും. അങ്ങനെ പലതും ഉണ്ടാവും. എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിക്കുന്ന ആ വിദ്യാഭ്യാസത്തോടെ മാറ്റാൻ പറ്റും. അല്ല, അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പക്ഷെ അത് കണ്ട് ഇൻഫ്ലുവൻസ് ആവാണെങ്കിൽ ആളുകൾ അത് 2K കേസ് ഇൻഫ്ലുവൻസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാ ഞാൻ ചോദിച്ചു, അവരെ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അവരാണല്ലോ. ഈ ഇവര് മാത്രമല്ല, ബിഗ് ബോസ് ഇതെല്ലാം നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബിഗ് ബോസ് നെഗറ്റീവ് ആണ്. അതാണല്ലോ സാന്ത്വനം പറഞ്ഞത്. മോഹൻലാലെ പോലെ നടൻ ഇത്രയും കുറച്ച് രൂപയായിട്ട് ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ്. ബിഗ് ബോസ് വളരെ പൈസക്ക് എനിക്ക് തോന്നുന്നു ബന്ധങ്ങളുടെ പുറത്ത് മോഹൻലാൽ ചെയ്യുന്നതായിരിക്കും. ബന്ധങ്ങളല്ല, വലിയ വലിയ പടങ്ങൾ പഠിക്കണം, ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് പഠിക്കണം, മാർക്കറ്റ് കൂട്ടാൻ വേണ്ടി. അതിന്റെ ഭാഗമായിട്ട് ഈ സ്റ്റൾട്ടിങ് മണി. അതിനുവേണ്ടിയാണ് ലാലേട്ടൻ ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് പഠിക്കുകയാണ്. അങ്ങനത്തെ ഫിലിമാണ് പുള്ളി സിനിമയിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ല, അല്ലാതെ കുറെ ഹോട്ടലും കുറെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പണത്തോടെ കുറച്ച് ആർട്ട് ചെയ്യുന്നുണ്ട്. അതിനുമായിട്ട് മമ്മൂട്ടിക്കല്ല അഭിനയത്തോടും ആക്ടിങ്ങിനോടാണ് വരുന്നത്. ഇയാൾക്ക് പണത്തോടെ കുറച്ച് ഇതുണ്ട്. ഇയാളുടെ മകൻ ഡിഫറെന്റ് ആണ്, പ്രണവ് മോഹൻലാൽ ഡിഫറെന്റ് ആണ്. അയാൾക്ക് പേര് പ്രശസ്തിയും വേണ്ട, പണവും വേണ്ട, ഇസ് ഡിഫറെന്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആറാട്ടന്റെ ബർത്ത്ഡേക്ക് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു കണക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1.5 കോടിയോളം ആളുകൾ ആ ഒരു അണ്ണന്റെ ബർത്ത്ഡേ അറിഞ്ഞിട്ടുണ്ട്. വീഡിയോ ആ ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ബർത്ത്ഡേക്കാട്ട് ആൾക്കാർ നോട്ട് ചെയ്തത് ഈ അടി സീനായ. ശരിക്കും അതെന്തായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായത്? അത് അവര് തമ്മിലെന്തോ പ്രശ്നമാണ്. എന്നോട് പൈനാപ്പിൾ പറഞ്ഞത് പ്ലാൻഡ് ആണ് പറയുന്നത്. എനിക്കറിയില്ല. പ്ലാൻഡ് പരിപാടി പ്ലാൻഡ് ആണ്. ഇവര് ഇപ്പൊ ഉടക്ക് അടുത്ത ദിവസം ഇവർ ഒന്നിക്കും. ഇങ്ങനെയൊക്കെയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവരായിട്ട് ഒന്നിച്ചൊരു ഫോട്ടോ വീഡിയോ കണ്ടു. അണ്ണന് ആ ഒരു പ്രശ്നത്തിൽ ഉണ്ടായിരുന്നോ? ഞാൻ പൈനാപ്പിളിനോട് പറഞ്ഞാണ്, അത് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞാണ്. പുള്ളി മാറുകയാണ് ചെയ്തത്. പ്ലാൻഡ് അല്ലെന്ന് തോന്നുന്നു. ശരിക്കും നല്ല കിട്ടി. ഷോർട്ട് ഫിലിം ചിലപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. ശരിക്കും നല്ല കിട്ടി പുള്ളിക്ക്. കിട്ടിയിട്ടുണ്ട്. ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ന്യൂസ് കണ്ടിട്ടെങ്കിലും കേസിലായി മാറിയത്. ഈ അലിൻ ജോസ് പെരേരനെ കുറിച്ച് ഇപ്പോഴുള്ള ഒരു അഭിപ്രായം എന്താ താങ്കളുടെ? എനിക്ക് നല്ല റീച്ച് ഉണ്ട്. പക്ഷെ നെഗറ്റീവ് റീച്ച് വയലന്റ് ആവുന്നു. മാനസികമായി ലുലുമാളിട്ട് തല്ലാൻ നോക്കി. തല്ലാൻ വന്നു. ഭയങ്കര വയലന്റ് ആവുന്നു. ഭയങ്കര ദേഷ്യപ്പെടുന്നു. പിന്നെ കുറച്ച് ജാടിയല്ല. എല്ലാരും പറയുന്നത് ആരും ഫോൺ എടുക്കുന്നില്ല. പുള്ളിയുടെ ഫോൺ ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ല. പുള്ളി വേറെ ഒരു ലോകത്തിൽ ജീവിക്കാൻ തോന്നുന്നു. പുള്ളിക്ക് മെന്റലി എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടുള്ളത് തോന്നിയിട്ടുണ്ടോ? എനിക്ക് മെന്റലിയെക്കാട് ബുദ്ധിപരമായിട്ട് ആ പ്രോബ്ലം തോന്നിയിട്ടുണ്ട്. അതായത് മെന്റലി ബുദ്ധി വ്യത്യാസമുണ്ട്. ബുദ്ധിപരമായിട്ട് എന്താ പ്രശ്നമുണ്ട്. പക്ഷെ മെന്റലി കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് പ്രശ്നമുണ്ട്. വയലൻസിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് പുള്ളിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആവശ്യമുണ്ട്. ഒരു കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ട്. കൗൺസിലിംഗ് ആവശ്യമുണ്ട് പുള്ളിക്ക്. ആവശ്യമുണ്ട്. കാരണം പുള്ളിക്ക് ഫെയിം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഫെയിം ഉൾക്കൊള്ളാൻ പറ്റില്ല. ഫെയിം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഒരു അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. ലൈഫിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ആളാണ്. ആ ഫാദറിനെ വെച്ച് പറയുന്നത് ഫാദറിനെക്കാട്ടും ബുദ്ധി അയാൾക്കുണ്ടെന്ന് പറയാം. ഈ ഇപ്പൊ ഈ അലിൻ ജോസ് പെരേരനെ പോലുള്ള ഒരു വ്യക്തിനെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആ ആളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ 2K കിഡ്സ്? പെരേര ആൾക്കാരൊരു കോമാളി ഒരു എന്റർടൈൻമെന്റ് രീതിയിലാണ്. തൊപ്പിക്കാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് വരുന്നത്.
തൊപ്പിനെ പോലുള്ള തൊപ്പി ലൈവ് ചെയ്യുന്നോണ്ടും തൊപ്പിയെ ഇൻഫ്ലുവൻസ് വേറെ അത്ര ഇൻഫ്ലുവൻസ് അല്ല, ഒരു ടൈം പാസ്. എനിക്കൊരു തൊപ്പി പക്ഷെ ഇപ്പൊ മാറി, പണ്ടത്തെക്കാൾ ഒരുപാട് മാറി തോന്നുന്നു. തൊപ്പിക്ക് പണമാണ് മെയിൻ തിങ്. ബിസിനസ് മൈൻഡറാണ്, ഭയങ്കര ബിസിനസ് മൈൻഡറാണ്. എനിക്കൊരു പുള്ളിയെ പണം യൂസ് ചെയ്യാൻ അറിയില്ല തോന്നുന്നു. പുള്ളി കുഴപ്പമില്ല, പുള്ളി പണം ഉണ്ടാക്കുന്നുണ്ട്, നന്നായി ഉണ്ടാക്കുന്നുണ്ട്. ഇത് പക്ക ബിസിനസ് മാൻ, ഒരു ബിസിനസ് മാൻ ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ജീവിതാനുഭവം ഉണ്ട്, ചെറുപ്പത്തിൽ ഒരു ടോക്സിക് ലൈഫും അനുഭവം ഉണ്ട്. പെരേരെ പോലെ അല്ല, പെരേരെ പോലെ അല്ല. പുള്ളിക്ക് പറയുന്ന പ്രോബ്ലംസ് വിചാരം ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരും, പെരേര ബുദ്ധിമാനാണ് പെരേരുടെ വിചാരം. അതെ, പക്ഷെ നേരെ തിരിച്ചാണ് നടക്കുന്നത്. പെരേര പക്ഷെ കുറച്ച് ക്രൂക്കഡ്നെസ് എല്ലാം ഉണ്ട്, ശരിക്കും ബുദ്ധിയില്ല, ക്രൂക്കഡ്നെസ് ഉണ്ട്. രാഷ്ട്രീയത്തിലെ പോട്ട ആളാണ്, ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ കേരളം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പത്തെ രാഷ്ട്രീയക്കാർക്ക് എന്ത് വിവരമുള്ളത്? ഇപ്പത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരു വിവരമില്ല. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങിയ പണ്ട് EMS അല്ലെങ്കിൽ അച്ഛനെ വീണ പോലെ എത്രയോ ബ്രില്യൻ്റ് ആൾക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോ ഞാൻ കമ്മ്യൂണിസ്റ്റ്, ഇപ്പൊ ബ്രില്യൻ്റ് ആയിട്ട് അങ്ങനെ ആരുമില്ല. ഇപ്പൊ വെറുതെ മനോരോഗിയിലെ ഗുണ്ടകൾ തന്നെയാണ്, ഒരു ക്വാളിറ്റി ഇല്ല. അല്ല ഇപ്പൊ ഇലക്ഷന് നിൽക്കണമെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊണ്ടുവരണം, അതിന്റെ കുഴപ്പമുണ്ട്. കാരണം അല്ലെങ്കിൽ പല കാര്യം അവർക്ക് അറിയാൻ പറ്റില്ല. അല്ല ഇപ്പൊ IAS പഠിച്ച ഒരാൾ ചിലപ്പോൾ 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആളെ സെലൂട്ട് അടിക്കണ്ടേ? ഡോക്ടർ രാജാൻ സ്വാമി എന്ന ആളാ IAS ഓഫീസർ, അയാളെ IIT എല്ലാവരും ടോപ്പറേ. അയാളെ 10ാം ക്ലാസ് പാസ്സാത്ത രാഷ്ട്രീയക്കാരാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ആ ഒരു മാറ്റം ആവശ്യമുണ്ട്, ഒരുപാട് ചേഞ്ച് ആവശ്യമുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വളരെ പ്രശ്നമുണ്ട്. അതല്ലേ അംബേദ്കർ പറഞ്ഞു, ഇത് റോങ് ആൾക്കാർ ഉപയോഗിച്ചാൽ റോങ് രീതിയിൽ ഉപയോഗിക്കും. വളരെ ബൾക്കിയും ബോറോഡ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിന്റെ ഒരുപാട് ലീഗലായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട്, ഒരുപാട് ടൈം എടുക്കും, ജുഡീഷ്യൽ ലേറ്റ് ഉണ്ട്. പോലീസ് കറപ്റ്റാണ്. പിന്നെ ഞാൻ തൊപ്പിയായി ചെയ്തല്ല അറസ്റ്റ് ചെയ്യാൻ കാരണം പോലീസ് കറപ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ ലീഗലായിട്ട് പോലീസ് പല പ്രശ്നമുണ്ട്. അതായത് പൈസ കൊടുത്തിട്ട് ആർക്ക് വേണമെങ്കിലും വിലക്ക് മേടിക്കാം. കറപ്റ്റാണ്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിയമം വിലക്കെടുക്കാം. ക്യാഷ് സ്കീം പോലെ ക്യാഷ് ഉള്ള ആൾക്ക് എന്തും ചെയ്യാം. സിനിമാക്കാർക്ക് ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളെ യൂട്യൂബേഴ്സിന് ഒതുക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഫെയിം ഉണ്ട്, പക്ഷെ ഈ വളവ് മണി ഇല്ല, പൈസ ഇല്ല. സിനിമാക്കാരെക്കാട്ടും ഫെയിം ഞങ്ങൾക്കാണ്. അത് അവരെ പേടിക്കുന്നുണ്ട്, അവർ അസൂയപ്പെടുന്നുണ്ട് ഞങ്ങളുടെ ഫെയിമിന്. കാരണം പണ്ട് സിനിമയെ ഇപ്പൊ കുറച്ചധികം സിനിമേനെ ഡൗൺ അറിയില്ല. കാരണം ഇപ്പൊ ആൾക്കാർക്ക് സെലിബ്രിറ്റീസിനാണ് ഏറ്റവും കൂടുതൽ ഫെയിം ഉള്ളത്. കാരണം അവര് 2-3 മാസം ഒരിക്കലും വരുന്നത്, ഞങ്ങളെ എല്ലാ ദിവസവും ന്യൂസ് ഉണ്ടാക്കുകയാണ്. അല്ല സിനിമ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അതിന് എന്റർടൈൻമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് ഒരുപാട് വേറെ പല എന്റർടൈൻമെന്റ് ഇനി കുറച്ചല്ലെങ്കിൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവില്ല. ഇപ്പൊ ഇലോൺ മസ്ക് പല ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും. വളരെ ഡൈനാമിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റർടൈൻമെന്റ് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. രമേശ് പിഷാരടി പറഞ്ഞതാണ്, പുള്ളിയെല്ലാം പല കാര്യം ചെയ്യാൻ കാരണം പുള്ളിക്ക് സിനിമയെ ഇപ്പോൾ എന്റർടൈൻമെന്റ് അല്ല, വേറെ സിനിമ ബേസിക്കലി എന്റർടൈൻമെന്റ് അല്ല, മെസ്സേജും എന്റർടൈൻമെന്റുണ്ട്. പക്ഷെ അതിന് മാറി ഇപ്പൊ 2K കേസും സിനിമ കണ്ട അവർക്ക് ഗെയിമിംഗ് മറ്റേക്ക് താല്പര്യം. അതുകൊണ്ടാണ് തൊപ്പിയിൽ രക്ഷപ്പെടാൻ വരാൻ പോകുന്നുണ്ട്. അല്ല ഇപ്പൊ ഡിജിറ്റൽ ഫാമിലിയുടെ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പൊ അങ്ങനെ പോകുന്നില്ല. ഇപ്പോഴത്തെ യൂത്തിന്റെ എസ്തെറ്റിക് വാല്യൂ അത് മോശമാണ്. അതാണ് കോക്കിന്റെ റിവ്യൂലും കാണുന്നത്. ഏറ്റവും കൂടുതൽ ഓടുന്ന മാസ് മസാല മൂവീസ് ആണ്, വേറെ നല്ല മൂവീസുകൾ കാണുന്നില്ല. അല്ല കോക്കിന്റെ റിവ്യൂ കാണുന്ന എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമല്ലേ ആളുകള്, സിനിമ എന്റർടൈൻമെന്റ് അല്ല. അല്ല ഞാൻ ചോദിച്ചാൽ കോക്കിന്റെ റിവ്യൂ കാണുന്ന എന്റർടൈൻമെന്റ് ആണ്. അതുകൊണ്ടാണ് ഉള്ളിലോനെക്കാട്ടെ ആൾക്കാര് കോക്കിന്റെ റിവ്യൂ കാണുന്നത്. പക്ഷെ ആ ഒരു റിവ്യൂ കണ്ടുകൊണ്ട് സിനിമ കാണാൻ പോകാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, കാരണം പുള്ളി നെഗറ്റീവ് കൊടുത്ത് പല പടം ഓടിയുന്നുണ്ട്. അതെ, കാതൽ അല്ലെങ്കിൽ മിന്നൽ മുരളി, കുറെ പടം ബേസ് പടം ഇതെല്ലാം ഓടിയുണ്ട്. പക്ഷെ പുള്ളി പോസിറ്റീവ് പറഞ്ഞ പടങ്ങൾ സിനിമാക്കാരാണ് പുള്ളി പൊക്കി വെച്ചത്. കാരണം പുള്ളി നെഗറ്റീവ് കൊടുത്ത് പല പടം ഓടിയുണ്ട്. പോസിറ്റീവ് റൊമാൻസ് പോസിറ്റീവ് കൊടുത്തു, അതെന്താണ് മനസ്സിലാവുന്നത്. ഇറ്റ് ഇസ് ഓൺലി ഹിസ് ഒപ്പീനിയൻ. എനിക്ക് ഫസ്റ്റ് അറിയാൻ പുള്ളി വിളിക്കാറുണ്ടല്ല. പേഴ്സണൽ ഇറ്റ്സ് ഓൺലി ഹിസ് ഒപ്പീനിയൻ, ഇറ്റ്സ് നോട്ട് എ റിവ്യൂ. ഇപ്പൊ താങ്കൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നമ്മൾ കോക്കിനെക്കാട്ട് റിവ്യൂ കുറച്ച് ജനം തോന്നിയത് ഉണ്ണി വ്ലോഗിന്റെ ആണ്. പക്ഷെ ഉണ്ണി വ്ലോഗ് കുറച്ച് ഇതല്ലേ, എന്താ പറയാ, ജാതി വരെ കൊണ്ടുവരിക. പുള്ളിയുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ അയാളൊരു പേടിത്തൊണ്ട് മറ്റേക്കാണ് എനിക്ക് ആരെങ്കിലും ഭീഷണിപ്പെടുത്തി. അല്ല പക്ഷെ പുള്ളി അതിനകത്ത് ഭയങ്കരമായിട്ട് എന്താ പറയാ സോഷ്യൽ മെസ്സേജുകളൊക്കെ നോക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലേക്കാണ് സിനിമേനെ കാണുന്നത്. നമ്മൾ എന്റർടൈൻമെന്റ് അല്ല, അപ്പൊ സിനിമയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ടായിരിക്കില്ല അങ്ങനത്തെ കുറെ കണ്ടന്റുകൾ കൊണ്ടുവരുന്നത്. തിലകൻ സാർ പറഞ്ഞ പോലെ സിനിമയുടെ നെക്സ്റ്റ് പറഞ്ഞാൽ മെസ്സേജ് കൊടുക്കുക. മെസ്സേജ് കൊടുക്കുമ്പോൾ അതൊക്കെ ബോർ അടിക്കാൻ വേണ്ടിയാണ് എന്റർടൈൻമെന്റ് ആഡ് ചെയ്യുന്നത്. പക്ഷെ യൂത്തിൽ വെക്കുന്ന എന്റർടൈൻമെന്റ് ആയി മാത്രമേ മാറുകയാണ്. നിങ്ങളിപ്പോ അമേരിക്കൻ മൂവി എടുത്തോ, അതിൽ എന്റർടൈൻമെന്റും ഉണ്ടാവും, മെസ്സേജും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതിന്റെ എല്ലാ കോമ്പിനേഷൻ വരുന്ന സിനിമയാണ്, അല്ലാതെ എന്റർടൈൻമെന്റ് മാത്രമല്ല. അത് ഇപ്പോഴത്തെ യൂത്തിന് എന്റർടൈൻമെന്റ് മാത്രമേ മാറുകയാണ്. നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റും, സിനിമയ്ക്ക് ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ അമേരിക്കാന്റെ താരം ഷമീൻ പറഞ്ഞ എത്രയോ ഗുണം ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാണ് മീഡിയ, സീരിയസ് മീഡിയ എന്ന് പറഞ്ഞ് ഈ അടൂരിനെ പോലെ അടൂര് ജെന്യുവനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പുള്ളി ഒരേ ഫോർമാറ്റിലാണ് സിനിമ ഇറങ്ങും അവാർഡ് കിട്ടാൻ. ഇവിടുന്ന് അവാർഡ് കിട്ടും, പുറത്ത് പോയി ഫിലിം ഫെസ്റ്റിവൽ കാശുണ്ടാക്കും.
ശരിക്കുള്ള ഫിലിം മേക്കറാണ് ജോൺ അബ്രഹാം പണ്ടാണ്. ഇപ്പോഴത്തെ ജോൺ അബ്രഹാം അല്ല, പണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവർക്കാണ് റിയൽ ഫിലിം മേക്കേഴ്സ്. അടൂർ ജനറൽ ഫിലിം മേക്കറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. KG ജോൺ എക്സ്പെരിമെന്റ് ചെയ്യാം. ലിജോസ് ഫെലിസിറ്റി എക്സ്പെരിമെന്റ് ചെയ്യും. എന്റർടൈൻമെന്റ് ബോർഡിക്കാൻ വേണ്ടിയാണ്. അത് മെസ്സേജ് കൊടുക്കലാണ് വേണ്ടി. അല്ല, പക്ഷെ അതിനകത്ത് നിങ്ങൾ ഉള്ളടക്കമാണ് മോഡലിന്റെ പട്ടത്തിൽ മൂവി. അതിൽ അവസാനം പറയുന്ന ഡയലോഗാണ്. എനിക്കിതൊന്നും ദേഷ്യമില്ല, കാരണം നീ അല്ല ചെയ്ത, നിന്റെ രോഗമാണ് ചെയ്ത. അത് സൈക്കാട്രിയിലെ വലിയൊരു സംഭവമാണ്. പുള്ളി സൈക്കാട്രിസ്റ്റായിട്ടാണ് അഭിനയിക്കുന്നത്. അത് PMAT ആണ്, സൈക്കോളജിസ്റ്റൊക്കെയാണ് ഗൈഡൻസ് കൊടുക്കുക. അപ്പൊ ആ ഒരു മെസ്സേജ് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ എന്തൊക്കെ പ്രശ്നം മാറിയാണ്. ഇവിടെ ആൾക്കാർ മിക്കവരും ഇവിടെ സിനിമയ്ക്ക് കേരളത്തിൽ ഇമ്പോർട്ടൻസ് കുറവാണ്. ഇവിടെ ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവുന്നില്ല, ഇൻഫ്ലുവൻസ് ആവുന്നില്ല എന്നാണ് പറയുന്നത്. പൊളിറ്റിക്സ് ആണ് സിനിമ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ല. യൂത്തിൽ വെറുതെ എന്റർടൈൻമെന്റ് മാത്രമാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ കൂലി കൂടി പടങ്ങളിൽ ഇത്രയും തിരക്ക് വരുന്നത്. അല്ല, എന്റർടൈൻമെന്റ് വേണമല്ലോ എന്തായാലും, തീർച്ചയായിട്ടും വേണം. പക്ഷെ എന്റർടൈൻമെന്റ് മാത്രമല്ല, മെസ്സേജോടെ ഉണ്ട്. ഇവർക്ക് എന്റർടൈൻമെന്റ് മാത്രമേ മാറിയിരിക്കുക. നോക്കിയേക്കും സിനിമ എന്റർടൈൻമെന്റ് അല്ല, അവർക്ക് ഗെയിമിംഗ് വേറെയുള്ള കാര്യമാണ്. കുറച്ചല്ല സിനിമയിൽ ഇല്ലാതാവുന്ന സംശയമുണ്ട്. നാടകം പോലെ കൂലി കാണാൻ പോകുന്നില്ലേ? ഞാൻ കാണുന്നുണ്ട്, സ്പോട്ട് റിവ്യൂ കാണുന്നത്. എനിക്ക് അങ്ങനെ പറഞ്ഞ വലിയ താല്പര്യമില്ല. എനിക്ക് അങ്ങനെ മാസ് മസാല പടമല്ലേ. അപ്പൊ താല്പര്യമില്ലാത്ത പടം കാണുമ്പോ നെഗറ്റീവ് റിവ്യൂ കൊടുക്കും. നല്ല ഫിലിമായിട്ട് പോകും. അങ്ങനെ പല നല്ല സിനിമകളുണ്ട്. അല്ല, ഇപ്പൊ താല്പര്യമില്ലാത്ത സിനിമ ഇഷ്ടപ്പെട്ടില്ലേ? പക്ഷെ ഭയങ്കര റിവ്യൂ ആണല്ലോ, ഭയങ്കര കോമഡിയാണ്. ഞാൻ പടം കണ്ടില്ല, പക്ഷെ നല്ല റെസ്പോൺസ് ആണല്ലോ. കേരളത്തിലാണെങ്കിൽ നല്ല റെസ്പോൺസ് ആണ്. ഹ്യൂമർ വളരെ മോശമാണ്. പക്ഷെ രവീന്ദ്രൻ പക്ഷെ അതൊരു തെലുങ്ക് പടമാണ്. അത് തെലുങ്ക് പടം തെലുങ്കല്ല, കന്നഡ. മോഹൻലാൽ ജനതാ ഗാന്ധി ഡിഫറെന്റ് മൂവിയായി, കുറച്ച് നല്ല മൂവിയായി. തെലുങ്ക് മൂവീസ് ജനറലി മസാലയാണ്. അല്ല, അതുകൊണ്ടായിരിക്കും മലയാളികൾക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ ചോദിച്ചത്. പക്ഷെ മലയാളത്തിൽ നല്ല രീതിയിൽ ഓടുന്നുണ്ട് പടം. ഹിറ്റാണ്, ആളുകൾക്ക് ആസ്വാദന നിലവാരം വളരെ താഴ്ന്നിരിക്കുകയാണ്. ഇപ്പൊ ഒരാഴ്ച മുമ്പ് കൂലിയുടെ ടിക്കറ്റ് പോയി ബുക്കായി. പണ്ട് രജനികാന്ത് പടം ഒന്നും കേരളത്തിൽ ഓടില്ലേ, കാരണം ബുദ്ധിപരമായ വ്യായാമില്ല പറഞ്ഞാൽ രജനികാന്ത് പടം പണ്ട് ഓടില്ലേ. അല്ല, ഇതിലിപ്പോ രജനികാന്ത് മാത്രമല്ല, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലാണ് അമീർഖാൻ ഫിലിം മേഖല എന്തിനാണ് രജനികാന്ത് പൊക്കി പറയാനുള്ളത്. കാരണം രജനികാന്ത് പക്ക നല്ല മനുഷ്യനാണ്, നല്ല നടനുമായിട്ട്. പക്ഷെ ഇപ്പൊ ഈസ് ഓൺലി എ മാസ് ഹീറോ. അങ്ങനത്തെ ഒരാളെ അമീർഖാൻ എന്തിനാണ് ഇത്ര പൊക്കി പറയാനാണ് മനസ്സിലാവുന്നത്. ഇത് പറ്റി കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. വിജയ് ഒരു നടൻ മാത്രമാണ്, വിജയ് ഒരു സ്റ്റാർ മാത്രമാണ്. അതിൽ ചിലപ്പോൾ നടനാവാം. അങ്ങനത്തെ റോൾസ് അതിന് ചെയ്തിട്ടുണ്ടല്ലോ ആദ്യകാലത്ത് ചെയ്തിട്ടുണ്ട്. പുള്ളി ഈ രജനികാന്ത് നല്ല ആക്ടർ ആയിരുന്നു വേണ്ടി. ഇവരെല്ലാം ആദ്യം നല്ല ആക്ടേഴ്സ് ആയി. പിന്നെ ഈ സ്റ്റേജ് കഴിയുമ്പോൾ ഫാൻസിന് വേണ്ടി സിനിമകൾ ചെയ്യാൻ തുടങ്ങി. അതന്നെയാണ് മോഹൻലാൽ സംഭവിച്ചത്. ഇവിടുത്തെ മലയാളികൾ സംഭവിക്കില്ല. മമ്മൂട്ടി ഇസ് മോർ ആൻ ആക്ടർ ദാൻ സ്റ്റാർ. ഈ രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാം. മമ്മൂട്ടി മോഹൻലാൽ ചെയ്യുന്ന ബേസിക്കലി മമ്മൂട്ടി ഒരു ക്ലാസ് പടം ചെയ്യും. രണ്ടും ചെയ്യില്ല. മോഹൻലാൽ പണ്ട് ചെയ്യാൻ ഇപ്പൊ ചെയ്യുന്നില്ല, ഇപ്പൊ മാസാണ് പോകുന്നത്. ഇവർ രണ്ടുപേരും രണ്ടും ചെയ്യാൻ കഴിവുള്ളവരാണ്. മാസും ക്ലാസ്സും ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷെ ഇപ്പൊ മോഹൻലാൽ മാറ്റം വന്നിട്ടുണ്ട് അനശ്വമ ശേഷം. ഇപ്പൊ കമലഹാസൻ ആണ് പ്യൂർലി ആർട്ടിസ്റ്റിക് ആണ്, രജനികാന്ത് പക്ക മസാലയാണ്. ഈ രണ്ട് കോമ്പിനേഷൻ ആണ് ശരിക്കും ആക്ടർ വരുന്നത്. ഇപ്പൊ നെടുമുടിയുടെ അടുത്ത് ഈ ഓൺലൈൻ ആക്ടർ സ്റ്റാർട്ടും ഇല്ല. ഇത് രണ്ടും ഉള്ളത് മമ്മൂട്ടിക്ക് മോഹൻലാലാണ്. ഈ വിജയുടെ കാര്യത്തില് എങ്ങനെയാ? വിജയ് ഓൺലി സ്റ്റാർ. അപ്പൊ പുള്ളി നന്നായിട്ട് അഭിനയിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പുള്ളിക്ക് അങ്ങനത്തെ റോൾസ് ചെയ്യാൻ പറ്റില്ല. കാരണം രജനികാന്ത് ബാദ്ഷ വരെ നല്ല ഫിലിം ചെയ്ത ആളായി. അത് കഴിഞ്ഞാൽ പുള്ളി ഒരു സൂപ്പർവുമനായിട്ട് മാറും. പുള്ളിക്ക് അങ്ങനെ സിനിമ ചെയ്താൽ ഇത് ഓടുള്ളൂ. നല്ല മറ്റേ കഴിവില്ലാത്തതുകൊണ്ടായിരിക്കില്ല, കഴിവുണ്ടാവാം. പക്ഷെ നല്ല സിനിമ ചെയ്യാൻ അങ്ങനത്തെ സിനിമ സെലക്ട് ചെയ്യുന്നില്ല. നല്ല സിനിമ നല്ല മാസ്റ്ററായി പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. അത് പുള്ളി ഫാൻസ് അക്സെപ്റ്റ് ചെയ്യും. ഇതേ സംഭവം മോഹൻലാൽ സംഭവിച്ച നരസിംഹം ചേർത്ത ഇവിടുത്തെ മലയാളികൾ സംഭവിച്ചില്ല. ഇപ്പൊ എത്ര മോശം സിനിമയാണ് രജനികാന്ത് ഒരുപാട് നല്ല സിനിമ കാണുന്നുണ്ട്. പക്ഷെ പുള്ളി രജനികാന്ത് കാണുന്നുണ്ടോ? പല സിനിമയും കാണുന്നുണ്ട്, നല്ല ക്ലാസ് പടങ്ങളെല്ലാം കണ്ട അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് അങ്ങനെ വളരെ ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ ഫാൻസ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഓഡിയൻസ് സമ്മതിക്കില്ല. പുള്ളിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന മാസ് ഫിലിമാണ്. ഇതന്നെയാണ് വിജയ്ക്ക് സംഭവിച്ചത്. വിജയ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ല, പക്ഷെ വിജയ് സിനിമ വിടാൻ പാടില്ല, രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനായി. ഇവിടെ MGR കൊണ്ട് ആക്ഷൻ ഉണ്ടായി, അതായത് രാഷ്ട്രീയ സിനിമ മെയിൻറ്റെയിൻ ചെയ്യണം, രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനായി. വിജയുടെ ഇപ്പൊ രജനികാന്തിനെക്കാളും ക്രൗഡ് ഫുള്ളത് വിജയാണ്. വിജയുടെ താങ്കൾക്ക് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചു തോന്നിയ ഒരു സിനിമ ഏതാണ്? ഞാൻ കണ്ടിരിക്കുന്ന മിക്ക മുന്നേ മാസ് ഫിലിംസ് ആണ്. പഴയ സിനിമകൾ പറഞ്ഞാലും മതി. പഴയ അധികം ഞാൻ കണ്ടിട്ടില്ല. ആദ്യകാലത്ത് അധികം കണ്ടിട്ടില്ല. ഈ തുള്ളാത്ത മനവും മാസൊക്കെ ഞാൻ കൂടുതൽ കണ്ടിരിക്കണം. മാസ് സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. മാസ് പടങ്ങൾ വലിയ കണ്ടു. തുള്ളാത്ത മനത്തോളം കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ കുറച്ചെല്ലാം കണ്ടിട്ടുണ്ട്, പുള്ളിയെ കണ്ടിട്ടില്ല. ആദ്യകാലത്തിൽ കുറച്ചെല്ലാം മൂവീസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ് പുള്ളിയുടെ ഓഡിയൻസ് മാറിപ്പോയി. ഇതേ പ്രോബ്ലം സൂര്യക്ക് പറ്റിയത്. സൂര്യ കുറെ നല്ല ഫിലിംസ് ചെയ്യുന്ന ആളായ, പിന്നെ സിംഗുകൾ വന്ന് പുള്ളിയുടെ ലെവൽ മാറി. ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പൊ മമ്മൂട്ടി പല ക്ലാസ് പടം ചെയ്യുന്നിടയ്ക്ക് ടർബോ ചെയ്തു, മാർഷലിംഗ് രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിപ്പോ മോഹൻലാൽ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പൊ സിനിമ ഇപ്പൊ എത്ര മോശം സിനിമയാണെങ്കിൽ പോലും
അത് റിവ്യൂ പറഞ്ഞ് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എത്ര കഷ്ടപ്പെട്ടാണ് സിനിമ എടുക്കണേന്ന് നമ്മൾ ചേട്ടൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, ചേട്ടൻ അറിയാം. അപ്പൊ എത്ര മോശം സിനിമയാണെങ്കിൽ പോലും അത് നെഗറ്റീവ് അല്ലെങ്കിൽ അത് കാണരുത് എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരിക്കലും പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, കാണരുതെന്ന് പറയാം. കാരണം എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാണരുതെന്ന് പറയാൻ പാടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റും. ഒരു സിനിമ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഏത് സിനിമയാണെങ്കിലും അത് പോസിറ്റീവ് നെഗറ്റീവ് പറയാം. അല്ല മോശം സിനിമ നല്ല സിനിമയൊന്നും ഇല്ല. അതിനോട് ഈ ബാഡ് ബോയ്സ് കൂടി ഞാൻ അഭിനയിച്ച നെഗറ്റീവ് കൊടുത്തപ്പോൾ സീലിയബ്രമാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ താണ്ഡവം പറഞ്ഞ സിനിമ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നല്ല സിനിമ മോശം സിനിമ സംഭവമില്ല, അത് ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് അനുസരിച്ച് മാറും. അപ്പൊ സിനിമ മോശം നമ്മൾ പറയുന്ന സിനിമ കണ്ടിട്ട് അനലൈസ് ചെയ്തിട്ട് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് പറയാം, അതാണ് ചെയ്യുന്നത്. അപ്പൊ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു ഞാൻ പറയാം? ട്രാഫിക്കും പുലിമുരിനും ഇടയ്ക്ക് ഒരുപാട് നല്ല ഔട്ട് ഓഫ് ബോക്സ് ഫിലിംസ് ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞിപ്പോ മാസ് മൂവീസാണ് കൂടുതലുണ്ടാവും. ഉള്ളൊഴുക്ക് പോലെ ചില നല്ല മൂവീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല മൂവീസ് കുറവാണ്. ഇപ്പൊ താങ്കൾക്ക് വളരെ മികച്ചതെന്ന് തോന്നിയ ഒരു സിനിമ, പക്ഷെ അത് കൂടുതൽ ജനശ്രദ്ധ നേടിയില്ല അല്ലെങ്കിൽ വിജയിച്ചില്ല എന്ന് തോന്നിയതിലൊരു സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത് രവീന്ദ്രൻ നിയോയുടെ അത് ആരായിരുന്നു? അത് അനുമേനോട് അഭിനയിച്ച പടം നല്ല പടമായിരുന്നു, മറ്റേ നല്ല ഫിലിമായിരുന്നു, പക്ഷെ അത്ര വലിയ ഇത് കിട്ടിയില്ല. അപ്പൊ ഇതുവരെ ഉള്ളതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ, നടി, സംവിധായകൻ, ഈ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാൽ തന്നെയാണ്. വേൾഡ് സിനിമ തന്നെ എടുത്ത് ചെയ്യുന്ന മോഹൻലാലാണ്. പിന്നെ എടുത്ത് ചെയ്യുന്ന മോഹൻലാലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. മോഹൻലാൽ കഴിഞ്ഞൊരു ആളെ പറയാം, മോഹൻലാൽ കഴിഞ്ഞ് കഴിഞ്ഞ മലയാളം സിനിമയിലാണ് മൊത്തത്തിൽ പ്രകാശ് രാജ് തമിഴില് നല്ല നടനാണ്. പിന്നെ നെടുമുടി പോയി സ്റ്റാർ അല്ല. മലയാളത്തിൽ ഇപ്പൊ പുതിയ ആകുമ്പോ എല്ലാവരും ഫാസ്റ്റ് ഫാസ്റ്റ് വരും, പക്ഷെ ഫാസ്റ്റ് ഫാസ്റ്റ് മെത്തേഡ് ആക്ടറാണ്. ഫാദിനെക്കാട്ടി എനിക്ക് ഇഷ്ടം ആസിഫ് അലിയാണ്. ഫേസിൽ നല്ല എക്സ്പ്രഷൻ വരുന്നുണ്ട്. എനിക്ക് പണ്ട് പട്ടാരക്കര അങ്ങനെ വലിയ ബൻഗോപി അങ്ങനെ കുറെ ആക്ടേഴ്സ് ഉണ്ടായി. ഇപ്പൊ നിലവിൽ ഇപ്പൊ പാർട്ടാസിക്കാട്ടുള്ള സിനിമ ചെയ്യുന്നുണ്ട്, പക്ഷേ മെത്തേഡ് ആക്ടർ നല്ല സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു നടി സംവിധാനം പറയുകയാണെങ്കിൽ നടി ഇപ്പൊ എല്ലാവരും ഉർവശിയെ കുറിച്ച് പറയും. ഉർവശിക്കാട്ടുള്ള ഏജിലുള്ള മഞ്ജു വാര്യർ സിനിമകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം ഫ്ലോപ്പ് ആവുക. കാരണം അവര് വളരെ രണ്ടാമത് വന്ന് ചെയ്ത ഫിലിംസ് നല്ലതാണ്, പക്ഷെ എല്ലാം ഫ്ലോപ്പ് ആയി പോകും. കാരണം അവര് ഫൂട്ടേജ് പോലെ മൂവി അല്ല, ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ്. അവർക്ക് ത്രൂ ഔട്ട് കോമഡി ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യുകയാണെങ്കിൽ അവർക്കാണ് ഏറ്റവും റേഞ്ച് ഉള്ളത്. ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഈ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയ ഭയങ്കര സ്റ്റാർ ആണ്, നിങ്ങളുടെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളും ഫാമിലിയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്റെ ഫാദർ ആണെങ്കിൽ പലതും അനുവദിക്കില്ലായിരുന്നു. ഈസ് ഡിഫറൻറ്റ്. ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാനോ ഗൈഡൻസ് തരാനോ ആരുമില്ല. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിൽ പോവാണ്. സുഹൃത്തുക്കളുണ്ടോ? നല്ല സുഹൃത്തുക്കളുണ്ടോ? സിൻസിയറായിട്ട് സുഹൃത്തുക്കളില്ല, എല്ലാവരും എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ആത്മാർത്ഥ ഫ്രണ്ട്സ് ഇല്ല. അതിപ്പോ ഈവൻ മോഹൻലാൽ എല്ലാവരും ഫ്രണ്ട്സിന് വേണ്ടി ഇരിക്കണം, പക്ഷെ അയാളുടെ ഫ്രണ്ട്സിന് അയാളോട് സിൻസിയർ ചെയ്യില്ല. അങ്ങനെ സിൻസിയർ ഫ്രണ്ട്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോ ഫ്രണ്ട് അല്ലേ, ഒരു ബ്രദർ കൂടെ വിളിക്കാം, ഫ്രണ്ട് അല്ല. പുള്ളിയുടെ ഫ്രണ്ട്സ് പുള്ളി പറ്റിക്കുകയും ചെയ്തു. മിക്ക ഫ്രണ്ട്സും അങ്ങനെയാണ്. പൊതുവേ മലയാളികൾ ഫ്രോഡുകളാണ്. നമുക്ക് പണത്തോടെ ആത്മാർത്ഥ ചെയ്യുന്നു, നമ്മുടെ എക്കണോമിക്കിൽ ഉപയോഗിക്കല്ലാതെ സിൻസിയർ ഫ്രണ്ട്സ് വളരെ കുറവാണ്. അപ്പൊ സന്തോഷ് വർക്കിക്കും ഈ പറയുന്ന രീതിയിൽ ഫ്രണ്ട്സ് ഒരാൾ പോലും ഇല്ല. ചെറുപ്പത്തിലുണ്ടായി, ഇപ്പൊ ആരുമില്ല. ആള് ഇപ്പൊ എവിടെയാന്ന് അറിയില്ല, അവരെല്ലാം പല സ്ഥലത്തായി. അതുകൊണ്ടാണ് അവര് പുറത്തേക്ക് വിദേശത്തേക്ക് പോയതുകൊണ്ടാണ് പലയിടത്തായിട്ടാണ്. ഇപ്പൊ ആരുമില്ല. ഇപ്പൊ ഇത്രയും വൈറലായിട്ട് ഒരാളെ പോലും കിട്ടിയില്ല. എനിക്കിപ്പോ ഫ്രണ്ട്സ് അത്രയില്ല. ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ആരും സിൻസിയർ അല്ല. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം എന്താ? അവർ സ്നേഹിക്കുന്ന എന്നെയാണ്, എന്റെ പണത്തെയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ലാത്തവരും ഉണ്ടല്ലോ, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അങ്ങനെ അല്ലാത്തവരും എനിക്കറിയാലോ. ഞാൻ ഈവൻ ചെയ്താന്റെ കേസ് പറയുകയാണെങ്കിൽ ചെയ്താൻ ജയിലാണ്, പക്ഷേ ഞാൻ ജയിലിലായി പോലും കണ്ടിട്ടില്ല. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ കേറ്റൂല. പിന്നെ വന്നിട്ടുണ്ടാ കാര്യം വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ കേറ്റൂല. പിന്നെ അവിടെ വരേണ്ട ആവശ്യം തിരിക്കുന്നു, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് പേര് വന്നു. അല്ല പിന്നെ എങ്ങനെ വരുന്നത്? കേറ്റൂല. കാണുകയും ചെയ്തു. ഇല്ല, ഫാമിലി മെമ്പേഴ്സിനെ കയറ്റത്തുള്ളൂ. ഫാമിലീസ് ലിബിലി കണ്ടു, മറ്റേ ഷജാദ് കണ്ടു, പല ആൾക്കാരും ഒന്നും കണ്ടല്ലോ. ഒരു ദിവസം എന്താ ഒരാളോ രണ്ടോ അങ്ങനെ ഞങ്ങൾ വന്നപ്പോ അങ്ങനെ പറഞ്ഞേ കേറ്റില്ല. നിങ്ങൾ വന്നിട്ടുണ്ടാവാം, പക്ഷെ കണ്ടവരുമുണ്ട്. അങ്ങനെ ഭയങ്കര സെൻസിയറായിട്ട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പിന്നെ ജയിക്കാൻ അതിനെ കുറിച്ച് പബ്ലിക്കായിട്ട് അങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഫ്രണ്ട് അല്ല പുള്ളി, ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആളാരാണ് താങ്കളുടെ? അല്ല, ഞാൻ പുള്ളി സോഷ്യൽ ക്രിറ്റിക്കാണ്. സെലിബ്രിറ്റി രീതിയിൽ ഞാൻ കാണും. അല്ലാതെ എനിക്കിപ്പോ എല്ലാ കാര്യവും പുള്ളിയായിട്ട് ഷെയർ അങ്ങനെ ഒരു ഭയങ്കര ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല.
ഇപ്പൊ സിനിമ റിവ്യൂ ആണ് ഇപ്പൊ കൂടുതൽ ചെയ്യുന്നത്, അല്ലാതെ എന്തൊക്കെയാണ് വേറെ ഇപ്പൊ ചെയ്യുന്നത്? വേറെ എന്റെ ഏറ്റവും വലിയ പാഷൻ സിനിമയല്ല, ഫിലോസഫിയാണ്. പക്ഷെ അങ്ങനെയുള്ള എൻവയോൺമെന്റ് കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് ഇവിടെ ഇല്ല. ഇവിടെ നിൽക്കുന്നത് കേരളം ഇപ്പൊ നിൽക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയുടെ കാലം കഴിഞ്ഞ് യൂറോപ്പിൽ പോകാൻ പ്ലാൻ ഉണ്ട്. ഒരു യൂണിവേഴ്സിറ്റിയിൽ കയറി പ്രൊഫസർ അങ്ങനെ ആയിട്ട് വന്നത്. അല്ലാതെ ബിസിനസിനോടും താല്പര്യമില്ല. എനിക്ക് പണത്തോട് അങ്ങനെ വലിയ ആർത്തിയില്ല. എനിക്ക് പണത്തെക്കാളും ഇഷ്ടം ഫെയിമാണ്. അതെന്താ? ചിലർക്ക് പോപ്പുലാരിറ്റി ആയിരിക്കും, ചിലർക്ക് പവർ ആയിരിക്കും, ചിലർക്ക് മണി ആയിരിക്കും, ചിലർക്ക് ഫെയിം ആയിരിക്കും. എനിക്ക് ജീവിച്ചു പോകാനുള്ള പണം മതി. എന്റെ താല്പര്യം ഫെയിമാണ്. ലക്ഷറി ലൈഫിനോട് താല്പര്യമില്ല. ഉദ്ദേശിച്ച ഫെയിം ഈ ഫെയിമല്ല. ലക്ഷറി ലൈഫിനോട് താല്പര്യമില്ല. എനിക്ക് സാധാരണ എനിക്ക് കാറിന് റേസ് ഇല്ല, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് റേസ് ഇല്ല. എനിക്ക് അങ്ങനെ വലിയ ഭയങ്കര ആഡംബര ജീവിതം വേണ്ട, ഒരു ബേസിക് ലിവിങ് മതി. അതുകൊണ്ട് എനിക്കുണ്ട്. എനിക്ക് പണത്തെക്കാളും താല്പര്യം ഫെയിമാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഫെയിം ഇതല്ല, ഇന്റലക്ച്വൽ ഫെയിമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി വല്ല മൈത്രേൻ ആരില്ലാതെ പോകുന്നതുകൊണ്ട് ആ ഒരു റേഞ്ചിൽ. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റം വരാനുള്ള ഒരു കൂടുതൽ ചാൻസ് വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആയത് മീഡിയക്കാരാണെന്ന് ഞാൻ പറഞ്ഞ മീഡിയക്കാർ തൊട്ട് പറയാൻ പറ്റും, ആളുകളാണ് അല്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് താങ്കളെ കൊണ്ട് പലതും ചെയ്യിക്കുന്നതും ചെയ്യാൻ പറയുന്നതും. അതെന്ന് പറയാൻ പറ്റില്ല. എന്തോ മീഡിയക്ക് കുറച്ച് എത്തിക്സ് കുറവാണ്. റീച്ച് കിട്ടിയാൽ മതി. റീച്ച് ആൻഡ് മതി. അതുകൊണ്ട് അവർ ഇത് ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചത് എന്നെക്കാട് ഉപയോഗിച്ച് പെരേരയാണ്. അതെ, പെരേര പിന്നെ എന്ത് പറഞ്ഞാലും ചെയ്യും. എനിക്ക് തോന്നുന്നു താങ്കളും ചില സമയത്ത് മാത്രം കാണിക്കാൻ അത് കൂട്ടാണ്. പക്ഷെ ചെയ്തിട്ടുണ്ട്, ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരിട്ട് ഒരു മാത്രം കാണിച്ചിട്ടില്ല, അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. പെരേര റെഡിമെയ്ഡ് ആയിട്ട് കൊടുക്കുകയാണ്, നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തത്? അത് നോ പറയാൻ പറ്റാത്തതുകൊണ്ട്. എന്റെ വലിയൊരു പ്രശ്നമാണ് ആൾക്കാരോട് നോ പറയാൻ പറ്റാത്തത്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവര് വേദനിക്ക് എന്താ പറഞ്ഞ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അവസാനം നമുക്കെല്ലാം വേണ്ടി കിട്ടുന്നതാണ്. ഇപ്പൊ നോ പറയാൻ പഠിച്ചോ? അങ്ങനെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല, ഹ്യൂമാനിറ്റേറിയൻ സ്റ്റൈലില് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാം. ഇപ്പൊ താങ്കളുടെ ജീവിതത്തില് സ്വാധീനിച്ച ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടോ? നല്ല വ്യക്തി. പുസ്തകമാണെങ്കിൽ പുസ്തകം ഒരുപാടുണ്ട്. ഒരു ബുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പുസ്തകങ്ങൾ. എനിക്ക് വായനയുണ്ട്, ചിന്തിക്കാൻ രണ്ടും ഉണ്ട്. ചിന്തയുണ്ട്, വായിച്ചാൽ മാത്രം പോരാ, ചിന്തിക്കുകയും ചെയ്യണം. ഇപ്പൊ സിനിമകളിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ഡിപ്പെൻസ് ഓൺ ഓഡിയൻസ് ആണ്. ഇതിപ്പോ OTT റിലീസിനുണ്ട്. 18 ഈ പിള്ളേരുടെ പടം കാണാൻ പാടില്ല, വയലൻസ് അങ്ങനത്തെ പല കാര്യം. ജയിലർ മൂവി ഇറങ്ങിയപ്പോൾ കാര്യമുണ്ടായിരുന്നു, അത് വയലൻസ് ആണ്. അതല്ല ഇപ്പൊ TV-യിലും OTT-യിലും വന്നുകൊണ്ട് പിള്ളേരെ കാണാൻ സാധ്യതയുണ്ട്. വയലൻസ് കൊണ്ട് എന്തിനാ ഉദ്ദേശിക്കുന്നത്, വയലൻസ് എന്തിനാ കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. വയലൻസ് സെക്ഷനാണ് ഏറ്റവും വിറ്റു പോകണം. സെക്ഷന് വേണ്ടി ഇപ്പൊ സിനിമ കാണേണ്ട ആവശ്യമൊന്നുമില്ല. സ്മാർട്ട് ഫോൺ നോക്കി ആർക്കുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാം. അത് നെഗറ്റീവാണ് വയലൻസ്. പക്ഷെ അതിനിപ്പോ സിനിമ വയലൻസ് മാർക്കുകൾ ആവശ്യത്തിന് വയലൻസ് ചെയ്യും, പരിധിക്ക് പുറത്തില്ല. ഈ വയലൻസ് ചെയ്ത് ഇപ്പൊ കോക്ക് വരും, വയലൻസ് എസ്റ്ററ്റിക് ആയി തോന്നുന്നു. വയലൻസ് എങ്ങനെ എൻജോയ് ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഒരു സിനിമയുടെ വിജയം എങ്ങനെയാണ്? കളക്ഷൻ ആണോ അത് ആളുകളുടെ ജനപ്രീതിയാണോ? എന്താണ് ശരിക്കും പറഞ്ഞ ഒരു സിനിമയുടെ വിജയം? ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അമീർഖാന്റെ പോളിസിയറാണ്, പുള്ളിക്ക് രൂപയല്ല നോക്കുന്നത്, സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നത്. ഇവിടെ പല സിനിമയും മോശമായിട്ട് മാർക്കറ്റിംഗിന്റെ പേരിൽ മാത്രം ഹിറ്റായി പോകുന്നുണ്ട്. അതേതാ സിനിമ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എല്ലാവർക്കും കാശ് കിട്ടുമായിരുന്നു. അങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്. ഇപ്പൊ ഷാറുഖ് ഖാനെ പണ്ട് അങ്ങനെ കുറെ മൂവീസ് ചെയ്യുന്നുണ്ട്. പല മൂവീസ് ഇനീഷ്യൽ കളക്ഷനും ഫസ്റ്റ് 3 ദിവസത്തെ കളക്ഷനിൽ വെച്ചാണ് കാശിലാക്കാൻ. പടം ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അത് നല്ല ട്രെൻഡ് അല്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇവരോട് രണ്ടുപേരോട് ഒരുമിച്ച് പറയാനുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഒരേപോലെ അവരോട് പറയാനുള്ള ഒരു കാര്യം? എന്നെ മനസ്സിലാക്കാൻ നോക്കുക, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ് ഞാൻ. എന്നെ മനസ്സിലാക്കാൻ നോക്കുക. നിങ്ങൾ ആറാട്ടനേക്കാളും സന്തോഷ് വർക്കിയെ മനസ്സിലാക്കാൻ നോക്കുക. അപ്പൊ പിന്നെ ആറാട്ടനാണ് ഞാൻ എന്ന് പറഞ്ഞ് അറിയാവുന്ന പേര് അതാണല്ലോ, സന്തോഷ് വർക്കി. അത് മാറ്റി ചിന്തിച്ചൂടെ ഞാൻ ചോദിച്ചത്. ആറാട്ടന്മാരും സന്തോഷ് വർക്കി ആണെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അടുത്ത ഇന്റർവ്യൂസിൽ ആറാട്ടൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനും നെഗറ്റീവ് കുറച്ച് നെഗറ്റീവ്. ഞങ്ങളിപ്പോ ത്രൂ ഔട്ട് വേൾഡിൽ മലയാളീസ് മുഴുവൻ അറിയാം. അപ്പൊ അത് ഇനി മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇമേജ് ട്രാൻസ്ഫോർമേഷനും കുറച്ച് ബുദ്ധിമുട്ടാണ്. മലയാളികൾ മാറിയവരുണ്ട്. അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് മാറി, പൃഥ്വിരാജ് പണ്ട് രാജപ്പം വിളിച്ച ആളെ ഇപ്പൊ രാജുവേട്ടനായല്ലോ. അങ്ങനെ മാറ്റം വരും, പക്ഷെ ടൈം എടുക്കും. ഇപ്പൊ ഒരു മാറ്റം വരണം, അല്ലെങ്കിൽ സന്തോഷ് വർക്കിന്ന് അറിയപ്പെടണം എന്ന് പറഞ്ഞു. ഇപ്പൊ പക്ഷെ ഇപ്പോഴും നമ്മൾ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂലും ലാസ്റ്റ് ഒരു ചർച്ചയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 മണിക്ക് ശേഷം ചെയ്യുന്ന വീഡിയോസിനെ പറ്റി. അത് ഇപ്പൊ തുടർന്നും 1-2 തവണ ചെയ്തിട്ട് പോലെ തോന്നി. അപ്പൊ ആ ഒരു വീഡിയോസ് ചെയ്യുമ്പോൾ പിന്നെയും ആറാട്ടനിലേക്ക് പോവല്ലേ? കാരണം നമുക്ക് 2 ഓഡിയൻസ് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. ക്ലാസ് മാത്രം ഉണ്ടായിരിക്കില്ല. ഇപ്പൊ തമിഴ്നാട്ടിലെ പട്ടന്മാർക്ക് ക്ലാസ് ഓഡിയൻസ് മാത്രം സപ്പോർട്ട് ഉണ്ടായിരുന്നു, 2 ഓഡിയൻസ് സപ്പോർട്ട് എടുക്കില്ല. ഈ വിവരമുള്ള ആൾക്കാർ കുറവാണ്.
രണ്ടുപേരും സപ്പോർട്ട് വേണം, മാസാണ് കൂടുതൽ. അല്ല സപ്പോർട്ടല്ല, അവിടെ കൂടുതൽ തെറി കമന്റുകളല്ലേ? അത് PR വർക്കാണ്, പ്ലാൻഡ് ഒന്നുമില്ല. അത് നാച്ചുറലായിട്ട് ചെയ്യുന്നതല്ല. നമ്മളിപ്പോ ന്യൂട്ടനെ കുറിച്ചോ ഐൻസ്റ്റീനെ കുറിച്ചോ എന്ത് പറഞ്ഞാലും തെരുവിളിയാണ്. അല്ല കുറച്ച് പ്ലാൻഡ് PR വർക്കാണ്. ചില ഫാൻസുകാർ കുഴപ്പം, ഇപ്പൊ മോഡൽ ഫാൻസ് എനിക്ക് എപ്പോഴും നെഗറ്റീവായിട്ട് ചെയ്തെന്ന്. അല്ല അവർ തെരുവിളി വരാൻ കാരണം ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നോണ്ടായിരിക്കില്ലേ? അത് പറയാൻ പറ്റില്ല, അവർ അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിപ്പോ അവർ ഈ ഫാൻസുകാരാണ് എന്റെ മെയിൻ സബ്സ്ക്രൈബേഴ്സ്. അവര് ബ്ലൈൻഡാണ്, കാര്യങ്ങൾ അവർ റീസൺ ചെയ്യില്ല. അവരുടെ ഹീറോനെ കുറിച്ച് പോസിറ്റീവ് മാത്രമേ പറയാൻ പാടില്ല. ഇവരൊരു മനുഷ്യരാണ്, നെഗറ്റീവ് പറയാൻ പാടില്ല. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നം വന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടി ഇമേജ് കോൺഷ്യസ് ആവണേ. ഐ വാസ് ഓവർ ഫ്രാങ്ക് ആൻഡ് ജെന്യൂൻ. ഭയങ്കര ഫ്രാങ്ക് ആയി പോയി. കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇനിയുള്ള സമയത്ത് കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇമേജ് കോൺഷ്യസ് ആയിട്ട് പോകണമുണ്ട്. അപ്പൊ അതൊരു മാറ്റം വരുത്തുന്നുണ്ട് ജീവിതത്തിൽ. മാറ്റം വരുത്തുന്നില്ല. ഞാനിപ്പോ മറ്റു വീഡിയോസ് ഇനി ഇടുന്നില്ല, അങ്ങനത്തെ വീഡിയോസ് ഇടുന്നില്ല. കാരണം എനിക്ക് ഇനി ഫെയിം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഫെയിം ഓൾറെഡി ആയി കഴിഞ്ഞു. കുറച്ച് ഫ്രസ്ട്രേഷൻ വരുമ്പോ അല്ലെങ്കിൽ വിഷമം വരുമ്പോഴാണ് അങ്ങനെ കുറെ ഇത് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല ഇടയ്ക്ക് ഞാൻ വെറുതെ മൂഡ് ഔട്ട് ആവാറില്ല. ചില ആൾക്കാർ എന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ മൂഡ് ഔട്ട് ആവണം. അപ്പോഴാണ് സത്യങ്ങൾ കൂടുതലും പറയുന്നത്. അല്ല എന്തിനാണ് അങ്ങനെ നമ്മള് മൂഡ് ഔട്ട് ആവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സത്യങ്ങൾ പറയുന്നത്. അല്ല മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് വേറൊരാള് താങ്കളെ പറ്റി കുറ്റം പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്ന ഒരാളാണ്. ഹേർട്ടാവാറിന് എനിക്ക് ഹേർട്ടാവാറുണ്ട്. അത് പല കാര്യവും. ഇപ്പൊ എസ്പെഷ്യലി എന്റെ ഫാദറിന് വെച്ച് വേണ്ട പുള്ളിയെ കുറിച്ച് പറയുമ്പോൾ ഹേർട്ടാവും. അങ്ങനെ ഹേർട്ടാവുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് അതോ താങ്കളെ പറ്റി പറയുമ്പോഴാണ് ഹേർട്ടാവാറ്? എന്നെ കുറിച്ച് പറയുമ്പോൾ അത്ര കുഴപ്പമില്ല. എന്റെ വീട്ടിൽ എന്റെ ഫാമിലി മെമ്പേഴ്സ് വെച്ച് പറയുമ്പോൾ കൂടുതൽ പ്രശ്നം. അവർ പറയുന്നത് സത്യമാണെങ്കിൽ കുഴപ്പമില്ല, അത് ഇല്ലാത്ത കാര്യങ്ങളാണ്. അതാ ഞാൻ ചോദിച്ചു. അപ്പൊ താങ്കൾക്ക് അറിയാതെ സത്യമല്ലാതെ പിന്നെ എന്തിനാണ് അവര് പറയുന്നത് ബോധേഡാവുന്നത്? അല്ല ഇപ്പൊ എനിക്കറിയാം, ഞാൻ ഇങ്ങനത്തെ പേഴ്സൺ അല്ല, എനിക്കറിയാം. പക്ഷെ ഇവര് കാണുന്ന വേറെ രീതിയിലാണ്. അതിലെനിക്ക് വിഷമമുണ്ട്. കാരണം അവർ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിംഗിൽ വിഷമമുണ്ട്. ഇപ്പൊ ഒരു സിനിമയുടെ മേ ബി എന്റെ പേഴ്സണാലിറ്റി കുറച്ച് കോംപ്ലിക്കേറ്റഡ് പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ടാവാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ്. അപ്പൊ ഇപ്പൊ താങ്കളൊരു സിനിമയുടെ ഒരു ട്രെയിലറോ അല്ലെങ്കിൽ ടീച്ചറോ കാണുമ്പോ അത് വിജയമായിരിക്കോ പരാജയമായിരിക്കും എന്ന് ചിന്തിക്കാറുണ്ടോ? പറയാൻ പറ്റും. ഇപ്പൊ മലയക്കോട്ട് വാളിബൻ നല്ല ഫിലിമായിരുന്നു, പക്ഷെ ഫ്ലോപ്പ് ആവുന്ന നേരത്തെ ഞാൻ പറഞ്ഞു. കാരണം എന്റെ പാട്ട് കേട്ടപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇന്നത്തെ കാലത്ത് പടം ഓടണമെങ്കിൽ രണ്ട് കാര്യം: ഒന്ന് ലാഗ് വരാൻ പാടില്ല, പിന്നെ മാർക്കറ്റ് ചെയ്യണം. മലയക്കോട്ട് വാളിബൻ ഫ്ലോപ്പ് ആവുന്ന നേരത്തെ ഞാൻ പറഞ്ഞു. നല്ല മൂവിയാണത്, സിനിമയുടെ എല്ലാ ഗ്രാമറും തെറ്റിച്ച നല്ലൊരു മൂവിയാണ്. പക്ഷെ അത് ഓടില്ല, നേരത്തെ ഉറപ്പായ. ഇപ്പൊ ഈ കൂലിയുടെ ടീച്ചർ ട്രെയിലർ കണ്ടപ്പോ എന്താ? കൂലിയുടെ ടീച്ചർ കണ്ടിട്ടില്ല. പക്ഷെ അത് എന്തായാലും കൊമേഴ്സ്, ഇവരുടെ ഈ സ്റ്റാറുകളുടെ പടങ്ങളെല്ലാം കൊമേഴ്സ്യലി വിജയിക്കും. കാരണം ഇനി ഫാൻസിയുടെ സപ്പോർട്ടും ഇനീഷ്യൽ കളക്ഷനിൽ വെച്ച് അവരുണ്ടാകും. ഇപ്പൊ ബിഗ് ബോസ് സീസൺ 7 നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 കാണാറുണ്ടോ? ഞാൻ കാണാറില്ല, ബിഗ് ബോസ് കാണാറില്ല. ഇപ്പൊ അതിലിപ്പോ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ട്. ആളുടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അവരെ കുറിച്ച് കുറ്റപ്പെട്ട ആവശ്യമൊന്നുമില്ല. അവര് മേ ബി ജലസ്യാണ്, അസൂയ കാരണം ആൾക്കാർ പറയുന്നത്. അവർ അത്ര പ്രശ്നക്കാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസ് സീസണിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്ന ആളാണല്ലോ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവുന്നത്. അവര് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ജയിക്കാൻ സാധ്യതയുണ്ട്. ടോപ്പ് 5 വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ശാരിക എന്നെ ഇന്റർവ്യൂ ആളെങ്ങനെയുണ്ട് ശരിക്കും? അവര് ഡബിൾ സ്റ്റാൻഡ് കാണിച്ചു. അവര് ആദ്യം ഒരു വീഡിയോയിൽ പറയുന്നത് ബിഗ് ബോസ് പോകാൻ താല്പര്യമില്ല, പക്ഷെ മോഹൻലാലെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് എന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞു. ആള് വളരെ ബോൾഡൊക്കെയാണ്. എനിക്കറിയാവുന്ന ആളാണ്, എന്നെ മൈത്രിയുള്ള ഇന്റർവ്യൂ ആളാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കോണ്ടസ്റ്റന്റ്സിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും എനിക്ക് അറിയില്ല, എനിക്ക് പല ആൾക്കാരെ അറിയില്ല. അറിയാവുന്ന ആൾക്കാർ 3-4 പേരൊക്കെ ഉള്ളൂ. കപ്പടിക്കാൻ ചാൻസ് ഉള്ള ആരെങ്കിലും? എനിക്കിപ്പോ തോന്നുന്നത് രേണു സുധി തന്നെയാണ്. ഇനി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പെരേര കയറുമെന്ന് അറിയില്ല. ഞാൻ അതോ ചോദിക്കാം, വൈൽഡ് കാർഡിന്റെ അണ്ണൻ കയറും എന്നുള്ളൊരു? അല്ല, ഞാൻ കയറാൻ സാധ്യതയില്ല. താല്പര്യമില്ലല്ലോ? താല്പര്യമില്ല, സാധ്യതയില്ല. അല്ല, താല്പര്യം ഇല്ലാത്തത് ഫാമിലി ഇതുള്ളത്. നോക്കട്ടെ വരികയാണെന്ന് നോക്കാം, അപ്പൊ തീരുമാനിക്കാം. പിന്നെ ഇപ്പൊ അനുമോളുണ്ട്. അനുമോളെ പറ്റി എന്താണ്? അനുമോളെ എനിക്കറിയില്ല. എനിക്ക് പെരേര ആരാന്ന് ചോദിച്ചു, അങ്ങനെ ചോദിച്ച ആളല്ലേ. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാർ അധികം അറിയില്ല. ഇപ്പൊ ഈ രേണു സുധി സിമ്പതി കൊണ്ട്, സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സിമ്പതി കൊണ്ട് വോട്ട് കിട്ടാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു PR വർക്ക് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, അത് എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് അവരെ കുറിച്ച് സിമ്പതിയുടെ പുറത്ത് കപ്പടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വിജയം കണ്ടെത്തുക എന്നുള്ളത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അവരെ കുറിച്ച് അധികം സ്റ്റഡി ചെയ്തിട്ടില്ല. ഞാൻ ആളെ കുറിച്ച് മൊത്തത്തില് ശരിയല്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, പക്ഷെ അവരങ്ങനെ ചെയ്യണ്ടോ ഇല്ലോ എനിക്കറിയില്ല. ഇപ്പൊ ചില ഇന്റർവ്യൂവിനാൽ പോകുമ്പോൾ ആൾക്കാർ ഇമോഷണൽ ആകാൻ പറയും, കരയാൻ പറയും. അത് വളരെ മോശമാണ്. നാച്ചുറലായിട്ട് കരയാൻ കുഴപ്പമില്ല. ഇത് ആർട്ടിഫിഷ്യലായിട്ട് കരയണല്ല, എന്താ പല മീഡിയയിലാണ് പറയാനുണ്ട്.
എനിക്കതിന് യോജിപ്പില്ല. സെന്റിമെന്റ്സ് ഒരിക്കലും കൊമേഴ്ഷ്യലൈസ് ചെയ്യരുത്. സെന്റിമെന്റ്സ് ഒരിക്കലും കൊമേഴ്ഷ്യലൈസ് ചെയ്തതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ അലിൻ ജോസ് പെരേര കയറാൻ അത് എന്നാലും അതിൽ അവർക്ക് പറയുന്നത് അതിന്റെ ഫാദർ 50 വയസ്സായിട്ടുള്ളൂ, എപ്പോഴും തട്ടി പോകാൻ പുള്ളിക്ക് സ്വത്ത് കിട്ടും. 2 ആഴ്ച ഒരു വീഡിയോയിൽ പുള്ളി പറയുന്നത് പുള്ളി അച്ഛനെ കാണാൻ പറ്റാതെ കരയുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. പുള്ളി ടിപ്പിക്കൽ 2K കിട്ടാണ്. ഇപ്പൊ ഞാൻ അറിഞ്ഞത് അയാളുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് അയാൾക്ക് വേറെ പല കാര്യത്തിലും കാശുണ്ട്, പക്ഷെ സ്വന്തം അമ്മൂമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാശില്ലവർ. ടിപ്പിക്കൽ 2K കിട്ടാണ്. വളരെയധികം ജലസി സെൽഫിഷ്നെസ് എല്ലാം പോകണമെന്ന് പ്ലാൻഡ് ആയിരുന്നു. ചർച്ച ചെയ്യുന്ന പ്രശ്നം പറഞ്ഞുകൊണ്ടാ പോകാതെ. അതിനെക്കുറിച്ച് ഞങ്ങൾ നെറ്റ്വൂറിൽ കണ്ടപ്പോ ഏതോടത്തിന് വീഡിയോ ഇട്ടിരിക്കുന്നു, ഞങ്ങളിങ്ങനെ പറയുന്നത് പോയില്ല, പക്ഷെ പോകാത്തതാണ് പ്രശ്നം പറഞ്ഞുകൊണ്ടാ പോകാതെ. പോകാൻ വേണ്ടി പക്ഷെ അവിടെ പ്രശ്നമാണെന്ന് അറിഞ്ഞുകൊണ്ടാ പോകാതിരുന്നു, അല്ലെങ്കിൽ പോയാണ്. അപ്പൊ അലിൻ ജോസ് പെരേര വയൽക്കാടിൽ കയറാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നേരത്തെ അതിനു മുമ്പ് പറഞ്ഞു പുള്ളിക്ക് എന്തോ മെന്റൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ളവര് പുള്ളിക്ക് മെന്റൽ ഇഷ്യൂ അല്ല, മെന്റൽ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പുള്ളിക്ക് ബുദ്ധിപരമായിട്ട് എന്തോ പല ആൾക്കാർ ഡൗൺ സിൻഡ്രോം പറയുന്നുണ്ട്. വെറുതെ അണ്ണൻ തല്ലാൻ വരാന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട്. ബേസിക്കലി അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇപ്പൊ കുറച്ച് ആ ഫെയിം ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട്, ഫെയിം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പ്രശ്നം വരുന്നുണ്ട്. പണ്ട് ഇത്ര റിയാക്റ്റീവ്, പണ്ട് വീട്ടിൽ മാത്രമേ റിയാക്റ്റീവ്, പുള്ളി വീട്ടിൽ പ്രശ്നമായി, പക്ഷെ പുറത്ത് മാന്യനായി, ഇപ്പൊ പുറത്ത് പ്രശ്നമായിരിക്കാം. ഇപ്പൊ താങ്കളുടെ ലൈഫില് താങ്കളെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്? ഏറ്റവും പേടിക്കുന്ന എന്റെ മദറിനെ സംഭവിക്കുന്ന പേടിയുണ്ട്. കാരണം പുള്ളിക്കാർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുമില്ല. എത്ര വയസ്സുണ്ട് ആൾക്ക്? 74 വയസ്സുണ്ട്. പുള്ളിക്കാരത്തിന്റെ കാലം കഴിഞ്ഞാൽ എനിക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അണ്ണൻ തന്നെയാണ്? വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അണ്ണൻ തന്നെയാണ്. കുക്കിംഗ് വാഷിംഗ് പുള്ളിക്കാർ ചെയ്യും, പക്ഷെ ഈ ടാക്സ് അടയ്ക്കുക, ബില്ല് അടയ്ക്കുക, അങ്ങനെ പലതും ഉണ്ടല്ലോ. അങ്ങനത്തെ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് എന്റെ മേലിലാണ്, ഞാനെല്ലാം ചെയ്യുന്നു. എനിക്കിപ്പോ അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. അമ്മായി മാത്രമേ ഉള്ളൂ? ഞാനും മാത്രമേ ഉള്ളൂ. അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, PhD ചെയ്യണം, സെലിബ്രിറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കണം. പണ്ടും പറഞ്ഞ പോലെ ആകെ ഫ്രൈഡേ മാത്രമാണ് 1:30 പോകുന്നത്. അതായത് ഇത് പെരേരയ്ക്ക് രാവിലെ ഒരു വൈകുന്നേരം വരെ ഇത് മാത്രമായിട്ട് നടക്കാം. ഇപ്പൊ പോറുണ്ടോ? സിനിമ കാണാൻ പോറുണ്ടോ? ഇന്നലെ പോയിട്ടായിരുന്നു. രാവിലെ ഒരു വൈകുന്നേരം വരെ പെരേരയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ. എനിക്കാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അല്ല, ഞാൻ എന്തോ ന്യൂസ് കേട്ടിരുന്നു, അണ്ണനെ വനിതാ തിയേറ്റർ കേട്ടിരുന്നു പറഞ്ഞിട്ട് എന്തോ ന്യൂസ് പേജ് പോലീസ് കേസ്. അങ്ങനെ നമുക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോയി കാണുന്ന യാതൊരു കുഴപ്പമില്ല. അല്ല, ടിക്കറ്റ് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അല്ല, ഞാൻ അതിന് ശേഷം അറിഞ്ഞ, ഈ അടുത്തറിഞ്ഞാണ് ടിക്കറ്റ് ഉണ്ടെങ്കിലും ആളെ കയറ്റരുത്. അത് ഒട്ടും അത് ലീഗലി കട്ടല്ല. എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു ടിക്കറ്റ് ഉണ്ടെങ്കിൽ കാണാം, ഒരാളുടെ റിവ്യൂ മാത്രം ബാൻ ചെയ്യാനും പറ്റില്ല. കുറച്ച് കളി കണക്കുണ്ട്, സിനിമാക്കാർ കളിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ നിന്ന് കൊടുക്കട്ടെ. ഇപ്പൊ സാന്ദ്ര തോമസ് ഒതുക്കാൻ നോക്കുന്നില്ലേ, അതേപോലെ നിന്ന് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ സാന്ദ്ര തോമസ് പറഞ്ഞ പോലെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ? ഞാൻ വിട്ടു. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ. ഇപ്പൊ അമ്മ ഇലക്ഷൻ വരാൻ പോവാണ്, അതേപോലെ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇലക്ഷൻ വരാൻ പോവാണ്. പ്രൊഡ്യൂസർ അസോസിയേഷൻ അന്ന് സാന്ദ്ര അത് കോമ്പീറ്റ് ചെയ്യാൻ ചാൻസ് കൊടുക്കുന്നമായിരുന്നു. അവര് മത്സരിച്ചാണ് തോപ്പിക്കേണ്ടത്, അത് ഇങ്ങനെയല്ല. അവർ പറഞ്ഞ മുന്നേ സത്യങ്ങളാണ്. ഇപ്പൊ അമ്മാണ് ഓലീസ് പറഞ്ഞാൽ ഓലീസിന് ആവശ്യമില്ല. അത് തുടങ്ങിയ കാലം മുതലേ പ്രശ്നമാണ്. ഇപ്പൊ പൃഥ്വിരാജിന്റെ ഫാദർ സുകുമാരനിൽ അന്ന് ഇഷ്യൂ ഉണ്ടാക്കിയതാണ്. ആ അസോസിയേഷൻ എന്നും പ്രശ്നങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ 5,000 രൂപ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് 5,000 കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇത് പ്രസംഗം മാത്രമേ അമ്മ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതിന്റെ ആവശ്യമേ ഇല്ല. ഒരു ഗുണവുമില്ല അതുകൊണ്ട്. ഇപ്പൊ ഈ അമ്മയുടെ പ്രസിഡന്റായിട്ട് ഒരു മമ്മൂട്ടി മോഡൽ ഉണ്ടായിരുന്നപ്പോ പോലെ ഇപ്പൊ ഈ പുതിയ ആൾക്കാർ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഈവൻ ശ്വേതാമേന്റെ കേസ് വളരെ ബാലിശമായ കാര്യമാണ്. സിനിമയിൽ അഭിനയിച്ചത് കഥാപാത്രമാണ്, അതായത് ആളല്ല. അയാൾ കൊടുത്ത കേസ് ഒരു ലോജിക്കില്ലാത്ത കേസാണ്, ഒരു യുക്തിയില്ലാത്ത കേസാണ്. ഇപ്പൊ അമ്മയുടെ പ്രസിഡന്റായിട്ട് ആര് വരണം എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ലേഡീസ് വരുന്നെങ്കിൽ ശ്വേതാമേനോട് അങ്ങനെ ആരും വരുന്നെങ്കിൽ നല്ല. കാരണം ഇവിടെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് പോലും ലേഡി അല്ല. പെണ്ണുങ്ങൾ വരട്ടെ, അതായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ പ്രൊഡ്യൂസർ അസോസിയേഷനിലാണെങ്കിലോ സാന്ദ്ര തോമസ് ആയിട്ട് അവർ വളരെ ജെന്യൂനാണ്. എല്ലാം ജെന്യൂനായിട്ട് അവരവനെയൊക്കെ ഏറ്റവും നല്ലത്. ഇവർ സിനിമയിൽ ഒരുപാട് ലോബികളും കുറെ മെന്റൽ ഗെയിംസും മറ്റും നടക്കുന്നുണ്ട്. ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് ദിലീപിനെ തിരിച്ച് അമ്മയിലേക്ക് എടുക്കണം എന്നുള്ളത്. താങ്കളുടെ ഒരു അഭിപ്രായം? അത് സിദ്ദിഖ് പാട്ട് പറഞ്ഞ പോലെ ദിലീപ് കുറ്റാരോപിതനാണ്. ദിലീപ് കുറ്റം ചെയ്യേണ്ടിയില്ലോ എന്ന് അറിയില്ല. ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. ചിലർ പറയും ട്രാപ്പാണ് പറയാനും. താങ്കൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ 50-50 ആണ്. 50 പുള്ളി ചെയ്യാൻ സാധ്യതയുണ്ട്, 50 ചെയ്യാൻ സാധ്യതയില്ല, ട്രാപ്പാൻ സാധ്യതയുണ്ട്. എന്താണ് കാര്യം പുള്ളിക്ക് അറിയുള്ളൂ. അത് എന്താണ് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ ഈ കേസ് ഇത്രത്തോളം വലിച്ചു നീട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും? അതല്ല, പുള്ളിയുടെ അഡ്വക്കേറ്റിന്റെ കളിയാണ്. അഡ്വക്കേറ്റ് കളി എന്താ സത്യം നമുക്കറിയില്ല. അപ്പൊ ഇവരും വേടന്റെ കേസിൽ ഇപ്പൊ വേടന് ഇപ്പൊ എന്താണ് നടന്നത്, മ്യൂച്വൽ കൺസെന്റിലാണോ അല്ലയോ എന്ന് അറിയില്ല. അപ്പൊ എന്താ സത്യാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. ഇവൻ ലീഗലി ആണെങ്കിൽ പോലും ഇവര് പല ആൾക്കാരും രക്ഷപ്പെട്ടുന്നുണ്ട്.
കള്ളത്തം ചെയ്തിട്ടും ഇത് ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജുഡീഷ്യറി അങ്ങനെയാണ്. ഇപ്പൊ ക്രിക്കറ്റിൽ പണ്ട് കോഴവാദം അസൂർദീമനാണ് ഉണ്ടായത്. അയാൾ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അയാൾ രക്ഷപ്പെട്ടു. അപ്പൊ കോടതിയിൽ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം തെറ്റ് ചെയ്തതിനും രക്ഷപ്പെടുന്നുണ്ട്. കാരണം ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് രക്ഷപ്പെടാൻ. ഇപ്പൊ ഒരുപാട് സിനിമ മേഖലയിൽ തന്നെ ഇപ്പൊ ദിലീപിന്റെ കേസ് മാത്രമാണ് ഇപ്പൊ ഇത്രയും വർഷത്തോളം മീഡിയ കൊണ്ടുവന്നാണ്. മീഡിയ ആണ് അത്രയും. പണ്ട് ഇതിനെക്കാട്ട് പല സംഭവം നടന്നിട്ടുണ്ട്, അതും പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ അതിനുശേഷം ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പേരിൽ ഈ പറയുന്ന പെണ്ണുകേസുകൾ വന്നു, പക്ഷെ അതെല്ലാം പോയി, അതെല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ അമ്മേന്റെ പല ആൾക്കാർ രാജിവെക്കാൻ തന്നെ കാരണം ഈ ഹേമ കമ്മിറ്റി പേടിച്ചിട്ട് തന്നെയാണ്. ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ട് വരുന്നില്ല, അത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു മന്ത്രിസഭ വരെ ഒരു പെണ്ണ് കാരണം മാറിപ്പോയതാണ്. അത് കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോളാർ കേസാണോ? അതെ, അത് വളരെ ബാധിച്ചു. അതും ശരിയായി വളരെ അങ്ങനെയാണോ? ഓക്കെ, സ്ത്രീ വിഷയമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അഡോൾഫ് ഹിറ്റ്ലറിനെക്കാട്ടും മോശക്കാരനെ ആൾക്കാർക്ക് ചിത്രീകരിക്കുന്നത് ബിൽ ക്ലിന്റണാണ്. ഒരു സ്ത്രീ വിഷയം വന്നു കഴിഞ്ഞാൽ പോക്കാണ്, ഒരാണിന് അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ബിൽ ക്ലിന്റണാണ് ഏറ്റവും മോശക്കാരനെ എടുക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലറിനേക്കാൾ. അപ്പൊ അത് വലിയ പ്രശ്നമാണ്. അത് വുമൺ കാർഡ് കുറെ കളിക്കുന്നുണ്ട്. ഇപ്പൊ നിയമങ്ങൾ മാനിപ്പുലേറ്റ് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പെണ്ണിനെ വെച്ച് നമുക്ക് ഒരു എന്റെ പേരിൽ തന്നെ ട്രാൻസ്ജെൻഡർ കേസ് വന്നു. ആ വ്യക്തിയെ കണ്ടിട്ടില്ല, കാണാത്ത ആളെ കണ്ടുകൊള്ളുമില്ല. ഒരാളുടെ ജീവനങ്ങളെ ഒരു കുഴപ്പമില്ല, വളരെ എളുപ്പം ആ നിയമം മിസ്യൂസ് ചെയ്യാം. ഇപ്പൊ സ്ത്രീകൾ മുന്നോട്ട് വരണം, എല്ലാം സംഭവിക്കണം. പക്ഷെ എന്റെ ഒപ്പം ഇന്ന് ആണുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരു പെണ്ണിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴാണ് പണി കിട്ടുന്ന അറിയില്ല. അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റി. അപ്പൊ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. നിങ്ങളായിട്ട് ആദ്യമായിട്ട് ഇന്റർവ്യൂ നമ്മൾ അല്ലാതെ പോഡ്കാസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, 1-to-1 ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സംസാരിക്കാൻ പറ്റിയത്. ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടി, എന്റർടൈനിങ് ആയിരുന്നു. ഇനി ഇന്റർവ്യൂ കൂടുതൽ സിനിമയെക്കാട്ടും മറ്റു വേറെ കാര്യം ചോദിക്കുന്നുള്ളൂ. താങ്ക് യു. ഓക്കെ.